ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ലേൺ ഈസി ലേൺ. 2024 മുതൽ കേരളത്തിൽ നടപ്പിലാക്കുന്ന 4 വർഷ ഡിഗ്രി പ്രോഗ്രാമിനെ പറ്റിയും ഈ 4 വർഷ ഡിഗ്രി പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യുന്ന ഓരോ സ്റ്റുഡൻസും അവരുടെ പേരൻസും നിർബന്ധമായും മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുകയാണ്. ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ 4 ഇയർ UG പ്രോഗ്രാം എന്താണെന്നല്ല, നമ്മൾ എന്താണ് ചെയ്യേണ്ടത്. ഒരു സ്റ്റുഡൻറ്റ് പെർസ്പെക്റ്റീവിൽ നിങ്ങൾ 4 ഇയർ UG പ്രോഗ്രാമിലേക്ക് കടക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നാണ് ഞാൻ പറയാൻ വരുന്നത്. അല്ലാതെ വാട്ട് ഡു യു മീൻ ബൈ 4 ഇയർ UG പ്രോഗ്രാം എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ടല്ല ഞാൻ വന്നിരിക്കുന്നത്. എന്താണ് 4 ഇയർ UG പ്രോഗ്രാം എന്നുള്ളത് നമുക്ക് ജസ്റ്റ് UGCയുടെ സർക്കുലർ വായിച്ചാൽ മനസ്സിലാവും. അപ്പോൾ എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, ഒരു സ്റ്റുഡൻറ്റ് പെർസ്പെക്റ്റീവിൽ ചിന്തിച്ചാൽ നമ്മൾ ഈ 4 ഇയർ UG പ്രോഗ്രാമിൽ എന്താണ് ചെയ്യേണ്ടത്, ഇതെന്താണ് എന്ന കാര്യം കൃത്യമായിട്ട് പറഞ്ഞു തരാം. അതിനുപരിയായിട്ട് ഒരു സ്റ്റുഡൻറ്റ് 4 ഇയർ UG പ്രോഗ്രാമിൽ എത്തുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ടും എന്തൊക്കെയാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്, ഏതൊക്കെ തരത്തിലുള്ള കോഴ്സുകളാണ് പഠിക്കാനുള്ളത്, ആ കോഴ്സുകൾ എങ്ങനെയാണ് ചൂസ് ചെയ്യേണ്ടത്, ഓൺ ഡിപ്പാർട്ട്മെൻറ്റ് നമ്മുടെ സ്വന്തം ഡിപ്പാർട്ട്മെൻറ്റിൽ എന്തൊക്കെ പഠിക്കാനുണ്ട്, ഡിപ്പാർട്ട്മെൻറ്റിന് പുറത്തുനിന്ന് എന്തൊക്കെ പഠിക്കാം തുടങ്ങി 4 ഇയർ UG പ്രോഗ്രാമിൽ ഒരു സ്റ്റുഡൻറ്റ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് അതായിരിക്കും നിങ്ങൾക്ക് വേണ്ടത്. കാര്യം നിങ്ങൾ കോളേജിൽ എത്തുന്ന ഫസ്റ്റ് ഡേ മുതൽ കോളേജിൽ ഇങ്ങനെ പഠിച്ച് അവസാന ദിവസം കോളേജിൽ നിന്ന് പാസ് ഔട്ട് ആകുന്നത് വരെ യാത്രയാണ്. അപ്പോൾ ആ ഓരോ ദിവസവും ഓരോ വർഷം കഴിയും തോറും ഓരോ പീരീഡ് കഴിയും തോറും നമ്മൾ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം. അപ്പോൾ ഒരു സ്റ്റുഡൻറ്റിനോടൊപ്പം നമുക്കൊന്ന് യാത്ര ചെയ്യാം. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയല്ലോ. അപ്പോൾ ജസ്റ്റ് വെറുതെ 4 ഇയർ UG പ്രോഗ്രാം ഇന്നതാണ് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കലല്ല നമ്മുടെ ഉദ്ദേശം. നിങ്ങളോടൊപ്പം നിന്ന് 4 ഇയർ UG പ്രോഗ്രാമിൽ ഒരു സ്റ്റുഡൻറ്റ് എന്താണ് ചെയ്യേണ്ടത് അത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരും. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഓരോന്നായിട്ട് പറഞ്ഞു തുടങ്ങാം. ആദ്യം തന്നെ ഒരു തെറ്റിദ്ധാരണ, കുറച്ചധികം ആൾക്കാർക്ക്, ഒരു മാസ് ഗ്രൂപ്പിന് ഒരു തെറ്റിദ്ധാരണയുണ്ട്. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ആദ്യം തന്നെ മാറ്റാം. ഇതൊരു 3+1 കോഴ്സ് അല്ല. അതായത് 2023 വരെ നമുക്ക് നിലവിലുണ്ടായിരുന്നത് 3 വർഷ ഡിഗ്രി കോഴ്സാണ്. 2023 വരെ കേരളത്തിൽ നിലവിലുണ്ടായിരുന്നത് 3 വർഷ ഡിഗ്രിയാണ്. ആ 3 വർഷത്തെ ഡിഗ്രിയോടൊപ്പം ഒരു വർഷം കൂടെ കൂട്ടിച്ചേർത്തു എന്നത് തെറ്റിദ്ധാരണ മാത്രമാണ്. കുറേ പേർ അങ്ങനാട്ടോ വിചാരിച്ച് വെച്ചിരിക്കുന്നത്. ഇത്രയും നാൾ പിള്ളേർ കോളേജിൽ 3 വർഷം പോയി, ഇനിയിപ്പോൾ പിള്ളേർ 1 വർഷവും കൂടെ പോകും. ആ ഒരു കോൺസെപ്റ്റ് അല്ല. നിലവിലുണ്ടായിരുന്ന 3 വർഷ ഡിഗ്രിയോടൊപ്പം 1 വർഷവും കൂടെ ജസ്റ്റ് ആഡ് ചെയ്തു എന്നൊരു കോൺസെപ്റ്റ് അല്ല. ഇത് എൻറ്റയർലി ഡിഫറൻ്റ് ആണ്. നിലവിലുണ്ടായിരുന്ന ഡിഗ്രി കോഴ്സിൽ നിന്നും എൻറ്റയർലി ഡിഫറൻ്റ് ആണ് ഈ പറയുന്ന FIUGP. അപ്പോൾ 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് കേരളം ഇന്ന് വരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്തൊരു കാര്യമാണ്, തികച്ചും പുതിയൊരു കാര്യമാണ്. അപ്പോൾ ആ പുതിയ കാര്യം എന്താണെന്നും അതിനകത്തേക്കൊരു സ്റ്റുഡൻറ്റ് എത്തിപ്പെട്ടാൽ നിങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ പറയുവാണ് കേട്ടോ, നിങ്ങളുടെ സീനിയേഴ്സോ ചേട്ടന്മാരോ ചേച്ചിമാരോ റിലേറ്റീവ്സോ 3 വർഷ ഡിഗ്രി പഠിച്ചവരാണെങ്കിൽ അവരോട് പോയി ചോദിച്ചിട്ട് അപ്പോൾ ആദ്യത്തെ 3 വർഷം എനിക്കറിയാം, അതെൻ്റെ ചേട്ടൻ എനിക്ക് പറഞ്ഞു തന്നു, ഇനിയിപ്പം 4ാമത്തെ വർഷം കൂടെ ഞാൻ നോക്കിയാൽ മതിയല്ലോ. അങ്ങനല്ല. നിങ്ങളുടെ ചേട്ടന്മാരും ചേച്ചിമാരും പ്രായമായവരും പഠിച്ച 3 വർഷ ഡിഗ്രിയും ഇവിടുത്തെ കോഴ്സും തമ്മിൽ ഒരു ബന്ധവുമില്ല. അപ്പോൾ നിങ്ങളുടെ സീനിയേഴ്സിനോട് അല്ലെങ്കിൽ ചേട്ടന്മാരോട് അവർ പഠിച്ച 3 വർഷ ഡിഗ്രിയെപ്പറ്റി തിരക്കണ്ട, അത് വിട്ടേക്കാതെ നമുക്കുള്ളതല്ല. ഓക്കെ, അപ്പോൾ എൻറ്റയർലി ഡിഫറൻ്റ് ആണെന്ന കാര്യം ആദ്യമേ മനസ്സിലാക്കുക. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. 4 ഇയർ ഡിഗ്രി പ്രോഗ്രാം എന്ന് പറയുമ്പോൾ 4 വർഷം അഥവാ 8 സെമസ്റ്ററായിട്ടാണ് ഇത് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. നോക്കൂ, ഡിഗ്രി ലെവലിൽ നമുക്ക് സെമസ്റ്ററുകളാണ്. ഇപ്പോൾ നമ്മൾ ഈ സ്കൂൾ ലെവൽ കഴിഞ്ഞ് വരുന്ന കുട്ടിയെ സംബന്ധിച്ച് നിങ്ങൾ ഇതുവരെ എല്ലാം ഇയർ സിസ്റ്റത്തിലാണ് പഠിച്ചു വന്നത്. ഇപ്പം 8ാം ക്ലാസ് ഞാൻ പറഞ്ഞുതരാം. 8ാം ക്ലാസ്, 9ാം ക്ലാസ്, 10, +1, +2 എന്നൊക്കെ പറഞ്ഞാൽ എല്ലാം ഓരോ വർഷത്തെ കോഴ്സാണ്. ഇപ്പോൾ 8ാം ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒരു വർഷം നിങ്ങൾ 8ാം ക്ലാസ് പഠിച്ചവരാണ്. ഒരു വർഷം കഴിയുമ്പോഴാണ് നിങ്ങൾ 9th സ്റ്റാൻഡേർഡ്. അതുപോലെ തന്നെ +1 ഒരു വർഷം പഠിച്ചവരാണ്, +2 ഒരു വർഷം പഠിച്ചവരാണ്. എന്നാൽ ഡിഗ്രിയിലേക്ക് വരുമ്പോൾ ഇവിടെ ഇയർ കണക്കല്ല, വർഷമനുസരിച്ചല്ല പറയുന്നത്, സെമസ്റ്റർ ആണെന്ന് ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ ഒരു വർഷമെന്ന് പറയുന്നത്, കേട്ടോണേ, ഒരു വർഷമെന്ന് പറയുന്നത് 2 സെമസ്റ്ററാണ്. ക്ലിയർ? അപ്പോൾ ഒരു വർഷം 2 സെമസ്റ്റർ ആകുമ്പോൾ 4 വർഷ ഡിഗ്രി പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ 8 സെമസ്റ്റർ കൊണ്ട് തീർക്കുന്ന ഒരു പരിപാടിയാണ്. ഇത് ഫസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കണേ. 8 സെമസ്റ്ററായിട്ടായിരിക്കും നമ്മുടെ കോഴ്സ് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ അറിയേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഒരുപക്ഷെ പല കോളേജുകളുടെയും പോസ്റ്റേഴ്സ് ഇപ്പോൾ വാട്സാപ്പ് സ്റ്റാറ്റസ് എല്ലാം പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ പല കോളേജിൻ്റെയും അവർ ചെയ്യുന്ന പോസ്റ്റർ അല്ലെങ്കിൽ ബ്രോഷർ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ 3 കാര്യം അവർ ഓഫർ ചെയ്യുന്നത് പറയും. ഇപ്പോൾ കോളേജിനകത്ത് ഹെഡിങ് ആയിട്ട് വി ഓഫർ 3 ഇയർ ഡിഗ്രി, 4 ഇയർ ഓണേഴ്സ് ഡിഗ്രി, 4 ഇയർ റിസർച്ച് ഡിഗ്രി എന്ന് പോസ്റ്റേഴ്സിൽ കാണാം.
ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെ കണ്ടിട്ടില്ലെങ്കിലും പേടിക്കൊന്നും വേണ്ട, ഞാനിത് ഓരോന്നും എന്താണെന്ന് കൃത്യമായിട്ട് പറഞ്ഞുതരാം. നോക്കൂ, ഒരു 4 ഇയർ ഡിഗ്രി കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുന്ന കുട്ടിയെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഈ 3 തരത്തിലുള്ള സർട്ടിഫിക്കറ്റ്, ഇത് 3ഉം കൂടെ കിട്ടത്തില്ല, ഇതിലേതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് ആയിരിക്കും നിങ്ങൾ ഈ 4 ഇയർ ഡിഗ്രി കോഴ്സിൽ നിന്നും അറ്റൈൻ ചെയ്യുന്നത്. അതാണ് ആ കോളേജുകാർ പറയുന്നത്. ആ കോളേജിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നുകിൽ ഒരു 3 വർഷ ബിരുദം നേടാം, അല്ലെങ്കിൽ ഒരു 4 വർഷ ഓണേഴ്സ് ബിരുദം നേടാം, അല്ലെങ്കിൽ ഒരു 4 വർഷ ഓണേഴ്സ് വിത്ത് റിസർച്ച് നേടാം. ചില കോളേജിൻ്റെ പോസ്റ്റേഴ്സ് ഇങ്ങനെ തന്നെ കാണും. ഇത് കൂടാതെ ഇപ്പം നിങ്ങൾ ചിലരെങ്കിലും ചോദിക്കും, ഞാനൊരു കോളേജിൻ്റെ പോസ്റ്റർ കണ്ടപ്പോൾ അതിൽ 4മതായിട്ടൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നല്ലോ, ഒരു ഫാസ്റ്റ് ട്രാക്ക് ഡിഗ്രി. അപ്പം ചില കോളേജുകൾ ഓഫർ ചെയ്യുന്നതിനകത്ത് 4 ഓപ്ഷൻസ് കാണും. ഈ 3 ഇയർ ഡിഗ്രി, 4 ഇയർ ഓണേഴ്സ് ഡിഗ്രി, 4 ഇയർ റിസർച്ച് ഡിഗ്രി കൂടാതെ 4മതായിട്ടൊരു ഫാസ്റ്റ് ട്രാക്ക് ഡിഗ്രി. ഇങ്ങനെ 4 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമുക്ക് ഈ 4 ഇയർ UG പ്രോഗ്രാമിൽ നിന്ന് കിട്ടുന്നത്. ആ 4മത്തെ ഫാസ്റ്റ് ട്രാക്ക് ഡിഗ്രി എന്താണെന്നുള്ളത് ഞാൻ ഇതിനകത്ത് തന്നെ പറഞ്ഞുതരാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇത് നോക്കാം. ഞാൻ ഒന്നും ഇങ്ങനെ പറഞ്ഞങ്ങ് വിട്ടു പോകത്തില്ല. കൃത്യമായിട്ടൊരു +2 കഴിഞ്ഞ ഒന്നും അറിയാത്തൊരു കുട്ടിയെ തന്നെയാണ് ഞാൻ പഠിപ്പിക്കുന്നത്. ഞാനിത് ക്ലാസ് എടുക്കുന്ന പോലെ എപ്പോഴും പഠിപ്പിക്കാറുള്ളൂ, അല്ലാതെ ജസ്റ്റ് പറഞ്ഞു പോകലല്ല. ഒരു +2 കഴിഞ്ഞ കുട്ടിക്ക് ഇതിനെപ്പറ്റി യാതൊരു ധാരണയും കാണത്തില്ല. ആ 0 ലെവൽ നോളജ് മതി, കൃത്യമായിട്ട് ഞാനിത് പറഞ്ഞ് പഠിപ്പിച്ചു തരാം. സോ ഒരു 4 വർഷ ഡിഗ്രിക്ക് ജോയിൻ ചെയ്യുന്ന കുട്ടിയെ സംബന്ധിച്ച് അവൻ എടുക്കാവുന്ന 1മത്തെ സർട്ടിഫിക്കറ്റ്, അവന് വേണമെങ്കിൽ 3 വർഷം കഴിയുമ്പോൾ പഠിത്തം നിർത്താം, എക്സിറ്റ് അടിക്കാമെന്ന് പറയും. അപ്പം 3 വർഷം കഴിയുമ്പോൾ അവനൊരു എക്സിറ്റ് ഓപ്ഷൻ ഉണ്ട്. നോക്കൂ, 4 വർഷ ഡിഗ്രി പഠിക്കാനായിട്ട് ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് 3 വർഷം അഥവാ 6 സെമസ്റ്റർ കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ വെച്ച് നിങ്ങളുടെ പഠിത്തം നിർത്തിയാൽ നിങ്ങൾക്കൊരു 3 ഇയർ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടും. അതൊരു വാല്യുബിൾ സർട്ടിഫിക്കറ്റ് ആണ്. ഇറ്റ് ഈസ് എ ഡിഗ്രി സർട്ടിഫിക്കറ്റ്. തീർച്ചയായിട്ടും 6 സെമസ്റ്ററിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സിറ്റ് ഓപ്ഷൻ ഉണ്ട്. അവിടെ വെച്ച് പഠിത്തം നിർത്തിയാൽ പഠിത്തം പകുതി വഴിക്ക് ഉപേക്ഷിച്ചു എന്നാരും പറയില്ല. അവിടെ നിങ്ങൾക്കൊരു വാല്യുബിൾ സർട്ടിഫിക്കറ്റ് യൂണിവേഴ്സിറ്റി തരും. സോ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് വേണമെങ്കിൽ 3 വർഷം കൊണ്ട് പഠിത്തം നിർത്താം, 6 സെമസ്റ്റർ കൊണ്ട് നിങ്ങൾക്ക് പഠിത്തം നിർത്താം, ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ UGC, അതായത് ഈ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ റൂൾ അനുസരിച്ച് 1-ാം വർഷം, അതായത് ആദ്യത്തെ 2 സെം കൊണ്ട് പഠിത്തം നിർത്തിയാലും 2-ാം വർഷം, അതായത് ആദ്യത്തെ 4 സെം കൊണ്ട് പഠിത്തം നിർത്തിയാലും നിങ്ങൾക്ക് ഓരോ സർട്ടിഫിക്കറ്റ് കൊടുക്കണമെന്നൊക്കെയാണ് അവർ പറഞ്ഞിരുന്നത്. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, അങ്ങനത്തെ ഓപ്ഷൻസ് കേരളത്തിലില്ല. കേരള ഗവൺമെൻറ് അത് നടപ്പിലാക്കുന്നില്ല. നമ്മുടെ കേരളത്തിൽ 3 വർഷം കംപ്ലീറ്റ് ആയാൽ മാത്രമേ ഒരു എക്സിറ്റ് ഓപ്ഷൻ കൊടുക്കൂ. അതിനു മുമ്പ് നിങ്ങൾ പഠിത്തം നിർത്തിയാൽ പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ചു എന്ന കാറ്റഗറിയാണ്, ഒരു സർട്ടിഫിക്കറ്റും കിട്ടത്തില്ല. അപ്പോൾ ആദ്യം തന്നെ മനസ്സിലാക്കുക, നിങ്ങൾക്ക് പഠിത്തം നിർത്തി ഒരു സർട്ടിഫിക്കറ്റ് നേടണമെങ്കിൽ കേരളത്തിൽ 3 വർഷം കംപ്ലീറ്റ് ആയിരിക്കണം. അതായത് 6 സെമസ്റ്റർ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്കൊരു വാല്യുബിൾ സർട്ടിഫിക്കറ്റ് കിട്ടൂ. അതിന് മുൻപ് പഠിത്തം നിർത്തി പോയാൽ വെറുതെ അവിടം വരെ പഠിച്ചിട്ട് പകുതി വഴിയിൽ പഠിത്തം നിർത്തി എന്നൊരു കോൺസെപ്റ്റ് ആവും. ഓക്കെ, അപ്പോൾ 3 വർഷം അല്ലെങ്കിൽ 6 സെമസ്റ്റർ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ ആദ്യത്തെ എക്സിറ്റ് ഓപ്ഷൻ കിട്ടൂ. വേണമെങ്കിൽ അവിടെ വെച്ച് പഠിത്തം നിർത്താം. നിങ്ങൾക്കൊരു 3 ഇയർ ഡിഗ്രി സർട്ടിഫിക്കറ്റ് മതിയെങ്കിൽ വാല്യുബിൾ ആണ്. 3 ഇയർ ഡിഗ്രി സർട്ടിഫിക്കറ്റ് മതിയെങ്കിൽ ഓഫ് കോഴ്സ് 3 വർഷം കൊണ്ട് പഠിത്തം നിർത്തി നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നോക്കാം. അങ്ങനെ 3 വർഷം കൊണ്ട് പഠിത്തം നിർത്തുന്നവരെ സംബന്ധിച്ച് നിങ്ങൾക്ക് PG ചെയ്യണമെങ്കിൽ, പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യണമെങ്കിൽ നിങ്ങളൊരു 2 ഇയർ PG ചെയ്യേണ്ടി വരും. 3 വർഷം കൊണ്ട് നിങ്ങളുടെ ഡിഗ്രി പഠിത്തം അവസാനിപ്പിച്ചവർക്ക് PG ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ 2 വർഷം കൂടെ ചേർന്ന് +2 വർഷം, 2 വർഷവും കൂടെ ചേർന്ന് നിങ്ങൾ PG ചെയ്യേണ്ടി വരുമെന്ന കാര്യം കൂടെ ഓർത്തേക്കുക. അക്കാര്യം ഒന്ന് മനസ്സിൽ വെച്ചേക്കണേ. 3 വർഷം അഥവാ 6 സെമസ്റ്റർ കൊണ്ട് പഠിത്തം നിർത്തി 3 ഇയർ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് PG, പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യണമെങ്കിൽ അവിടെ 2 വർഷത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇനി മറ്റൊരു കാര്യം ഞാൻ പറയുന്നത് കേട്ടോണേ. ഈ 3 വർഷം അഥവാ 6 സെമസ്റ്റർ കൊണ്ട് നിങ്ങൾ നേടുന്ന ഈ സർട്ടിഫിക്കറ്റ് ശ്രദ്ധിച്ച് കേൾക്കണം. ഈ 6 സെമസ്റ്റർ കൊണ്ട് നിങ്ങൾ നേടുന്ന ഈ സർട്ടിഫിക്കറ്റ് നിങ്ങളൊന്ന് മനസ്സ് വെച്ചാൽ 5 സെമസ്റ്റർ കൊണ്ട് നേടാം. ഇതാണ് ഈ ഫാസ്റ്റ് ട്രാക്ക് ഡിഗ്രി എന്ന് പറഞ്ഞ് പല കോളേജുകളും 4-മത്തെ ഓപ്ഷനായിട്ട് വെച്ചിരിക്കുന്നത്. ഈ 3 വർഷം കൊണ്ട് നേടുന്നത് 2.5 വർഷം അഥവാ 5 സെമസ്റ്റർ കൊണ്ട് നമുക്ക് നേടിയെടുക്കാം. ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാവാൻ പാടാണ്. കാര്യം ഈ 3 വർഷം കൊണ്ട് പഠിക്കുന്നത്, അപ്പം ഞാൻ അതായത് 6 സെമസ്റ്റർ കൊണ്ട് പഠിക്കുന്ന വിഷയങ്ങളെല്ലാം കൂടെ ഞാൻ 5 സെമസ്റ്ററിൽ പഠിക്കണമെന്നാണോ? അല്ല.
ഫസ്റ്റ് ഓഫ് ഓൾ അങ്ങനെയൊക്കെ തോന്നത്തുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത് +2 കഴിഞ്ഞ കുട്ടികൾക്ക് വേണ്ടിയാണ്. അപ്പോൾ ഒരുപാട് സംശയങ്ങൾ വരും. ഞാൻ ആദ്യം പറഞ്ഞത് ഓക്കെയാണല്ലോ. നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ 3 വർഷം അല്ലെങ്കിൽ 6 സെമസ്റ്റർ കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്കൊരു വാല്യുബിൾ സർട്ടിഫിക്കറ്റ് കിട്ടൂ. അതായത് 6 സെമസ്റ്റർ കഴിഞ്ഞ് പഠിത്തം നിർത്താം. അത് ഓക്കെയാണല്ലോ. അത് കോമൺ സെൻസ് ഉള്ള ആർക്കും മനസ്സിലാവും. 6 സെമസ്റ്റർ കഴിയുമ്പോൾ എനിക്ക് വേണമെങ്കിൽ പഠിത്തം നിർത്താം, യൂണിവേഴ്സിറ്റി എനിക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടും. ഓക്കെ, സേഫ്. ഓക്കെ, ആ 6 സെമസ്റ്റർ കൊണ്ട് വാങ്ങിയെടുക്കുന്ന ആ സർട്ടിഫിക്കറ്റ് ഒന്ന് മനസ്സ് വെച്ചാൽ 5 സെമസ്റ്റർ കൊണ്ടും നേടാം. അതെങ്ങനെയാണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. അത് പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല, ഒന്ന് ശ്രദ്ധിച്ചിരുന്നോണേ. നോക്കൂ, ഇവിടെയാണ് ക്രെഡിറ്റ് എന്നൊരു സംഭവം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ക്രെഡിറ്റ് എന്നൊരു സംഭവത്തിനെ പറ്റിയാണ് ഞാൻ പറയാൻ വരുന്നത്. ഓക്കെ, എന്താണ് ഈ ക്രെഡിറ്റ് എന്ന് ചോദിച്ചാൽ, നമ്മൾ പഠിക്കുന്ന ഓരോ സബ്ജക്റ്റിൻ്റെയും പ്രാധാന്യത്തിനനുസരിച്ച് യൂണിവേഴ്സിറ്റി ഒരു നമ്പർ, ഒരു ക്രെഡിറ്റ്, ഒരു വെയിറ്റേജ് കൊടുത്തിട്ടുണ്ട്. അത് 5, 4, 3 ഇങ്ങനെയാണ് വരുന്നത്. ഞാൻ എക്സാമ്പിൾ പറയുക, ഇങ്ങനെ ഓരോ നമ്പറാണ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, 4, 3 ഇങ്ങനെ ഓരോ നമ്പർ വെച്ചാണ് വെയിറ്റേജ് കൊടുക്കുന്നത്. ഇപ്പോൾ എക്സ് എന്നൊരു സബ്ജക്റ്റ്, ജസ്റ്റ് ഒന്ന് കേൾക്കുക. എക്സ് എന്നൊരു സബ്ജക്റ്റ് നിങ്ങൾ പഠിച്ച് പാസ്സായാൽ, പരീക്ഷ എഴുതി പാസ്സായാൽ, എക്സ് എന്നൊരു സബ്ജക്റ്റ് നിങ്ങൾ പരീക്ഷ എഴുതി പാസ്സാവുമ്പോൾ അതിന് യൂണിവേഴ്സിറ്റി കൊടുത്തിരിക്കുന്ന ക്രെഡിറ്റ് 4 ആണെങ്കിൽ നിങ്ങൾക്ക് 4 ക്രെഡിറ്റ് കിട്ടിയെന്നാണ് അർത്ഥം. ഒരു സബ്ജക്റ്റ് നിങ്ങൾ പാസ്സാകുമ്പോൾ ആ സബ്ജക്റ്റിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ക്രെഡിറ്റ് നിങ്ങൾക്ക് കിട്ടും. നെക്സ്റ്റ്, വൈ എന്നൊരു സബ്ജക്റ്റ് പാസ്സാകുമ്പോൾ 3 യൂണിവേഴ്സിറ്റി കൊടുത്തിരിക്കുന്ന ക്രെഡിറ്റ് എങ്കിൽ എക്സും വൈയും പാസ്സാകുമ്പോൾ നിങ്ങൾക്ക് 7 ക്രെഡിറ്റ് കിട്ടും. അപ്പോൾ ഓരോ സബ്ജക്റ്റും പാസ്സായി വരുമ്പോൾ അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ക്രെഡിറ്റ്, ആ ഒരു വെയിറ്റേജ് ആണോ. ഇപ്പോൾ പ്രാധാന്യമുള്ള സബ്ജക്റ്റുകൾക്ക് 4 എന്ന് പറയുന്ന ക്രെഡിറ്റും പ്രാധാന്യം കുറയുന്ന സബ്ജക്റ്റ്, അങ്ങനെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കേട്ട് വയ്ക്കാം. പ്രാധാന്യം കൂടുതൽ കുറവ് എന്നൊന്നും പറയാൻ പാടില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് മനസ്സിലാവാൻ അങ്ങനെ പറഞ്ഞുതരാം. പ്രാധാന്യം കൂടിയ സബ്ജക്റ്റുകൾക്ക് 4 ക്രെഡിറ്റും പ്രാധാന്യം കുറഞ്ഞ സബ്ജക്റ്റിന് 3 ക്രെഡിറ്റും എന്ന് വിചാരിച്ചു. അപ്പോൾ എക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് പാസ്സാകുമ്പോൾ 4 ക്രെഡിറ്റ് കിട്ടി, വൈ പാസ്സായപ്പോൾ 3 ക്രെഡിറ്റ് കിട്ടി. ഇസഡ് എന്ന സബ്ജക്റ്റിന് 3 ക്രെഡിറ്റ് എങ്കിൽ അത് പാസ്സാകുമ്പോൾ 4, 3, 7, 3 10 ക്രെഡിറ്റ് കിട്ടും. ഇങ്ങനെ ഓരോ സബ്ജക്റ്റ് പാസ്സാകുമ്പോഴും ആ സബ്ജക്റ്റിന് ഈക്വലൻ്റ് ആയ ക്രെഡിറ്റ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ ആണല്ലോ. അങ്ങനെ കിട്ടി 6 സെമസ്റ്റർ കഴിയുമ്പോൾ എല്ലാ സബ്ജക്റ്റും പാസ്സായാൽ, 6 സെമസ്റ്റർ പൂർത്തിയാകുമ്പോൾ എല്ലാ സബ്ജക്റ്റും പാസ്സായാൽ നിങ്ങൾക്ക് 133 ക്രെഡിറ്റ് ആണ് കിട്ടുന്നത്. അങ്ങനെ 133 ക്രെഡിറ്റ് കിട്ടുമ്പോഴാണ് നിങ്ങൾക്ക് ഈ 3 വർഷം കംപ്ലീറ്റ് ആയി എന്ന് പറഞ്ഞൊരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്. ഇത് 6 സെമസ്റ്ററിലെ എല്ലാ സബ്ജക്റ്റും പാസ്സാകുമ്പോൾ ഇത് കിട്ടും. ഈ പറയുന്ന സർട്ടിഫിക്കറ്റ് അഥവാ ഈ 133 ക്രെഡിറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ 5 സെമസ്റ്റർ കൊണ്ടും നേടാം. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് ഈ 5 സെമസ്റ്ററിലെ സബ്ജക്റ്റ് പാസ്സാവുന്നതിനോടൊപ്പം നിങ്ങൾ ചില അഡീഷണൽ ഓൺലൈൻ കോഴ്സുകളും മറ്റ് ചില യൂണിവേഴ്സിറ്റിയുടെ ചില സബ് കോഴ്സുകളും ചെയ്താൽ അവിടെ നിന്നുള്ള ക്രെഡിറ്റ് ആഡ് ചെയ്ത് നിങ്ങൾക്ക് 133 എന്ന ക്രെഡിറ്റിലേക്ക് വരാൻ പറ്റും. അത് പെട്ടെന്ന് അങ്ങോട്ട് കത്തി കാണത്തില്ല. ഒന്നും കൂടെ പറഞ്ഞ് കേട്ടോടോ. 5 സെമസ്റ്ററിലെ എല്ലാ സബ്ജക്റ്റും പാസ്സായി, 5 സെം പാസ്സായി. ഓക്കെ, ദെൻ 6ാം സെമ്മിലേക്ക് പോകണ്ട. അതിന് മുൻപ് തന്നെ ഈ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഫസ്റ്റ് സെം, സെക്കൻഡ് സെം, തേർഡ് സെം, ഫോർത്ത് സെം, ഫിഫ്ത്ത് സെം, ഈ 5ാമത്തെ സെം കംപ്ലീറ്റ് ആകുമ്പോൾ നിങ്ങൾ മറ്റ് ചില ഓൺലൈൻ കോഴ്സുകളൊക്കെ ചെയ്ത് ഈ 6ാമത്തെ സെമസ്റ്ററിൽ വേണ്ട ക്രെഡിറ്റ്, 6ാമത്തെ സെമസ്റ്ററിലെ സബ്ജക്റ്റ് പാസ്സാകുമ്പോൾ കിട്ടേണ്ടുന്ന ക്രെഡിറ്റ് 5 സെമസ്റ്ററിനകത്ത് മറ്റ് ചില കോഴ്സുകൾ ചെയ്ത് നിങ്ങൾക്ക് അറ്റൈൻ ചെയ്താലും ഈ 133 ക്രെഡിറ്റ് നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ വരുമ്പോൾ 5ാമത്തെ സെം കഴിയുമ്പം തന്നെ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് 3 ഇയർ സർട്ടിഫിക്കറ്റ് കിട്ടും. ഇതിനെയാണ് ഫാസ്റ്റ് ട്രാക്ക് ഡിഗ്രി എന്ന് പറയുന്നത്. അത് ഏതൊക്കെ കോഴ്സാണ് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് നിങ്ങൾ കോളേജിലെത്തുമ്പോൾ കോളേജിലെ ടീച്ചേഴ്സ് ഡീറ്റെയിൽ ആയിട്ട് പറയും. കാര്യം അത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. കോളേജ് വൈസ്, ഡിസ്ട്രിക്റ്റ് വൈസ് ഒക്കെ നിങ്ങൾക്കത് മാറ്റം വരും. ജസ്റ്റ് മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്കൊരു അല്പം മിടുക്കുണ്ടെങ്കിൽ 5 സെം കൊണ്ട് ആദ്യത്തെ എക്സിറ്റ് ഓപ്ഷൻ അടിക്കാം. അതൊരിക്കലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 5ാമത്തെ സെം കഴിഞ്ഞിട്ട് പോയി ആ ഓൺലൈൻ കോഴ്സ് ചെയ്യലല്ല. അത് മണ്ടത്തരമല്ലേ. എങ്കിൽ പിന്നെ 6ാമത്തെ സെം പഠിച്ചാൽ പോരെ. നിങ്ങൾ കോളേജിൽ ജോയിൻ ചെയ്യുന്ന ഫസ്റ്റ് സെം തൊട്ടേ നിങ്ങളത് മനസ്സിലാക്കി വെക്കണം. എനിക്ക് ചില ഓൺലൈൻ കോഴ്സുകൾ ചെയ്ത് ഈ 6ാമത്തെ സെമ്മിൽ കിട്ടേണ്ട ക്രെഡിറ്റ് എനിക്ക് ഈ 5 സെമ്മിനകത്ത് വെച്ച് തന്നെ കിട്ടാം. അപ്പോൾ ആദ്യത്തെ 5 സെമ്മിലെ സബ്ജക്റ്റിൻ്റെ ക്രെഡിറ്റും ഈ പറയുന്ന മറ്റ് ചില ഓൺലൈൻ കോഴ്സുകളുടെ ക്രെഡിറ്റും കൂടെ ചേർത്ത് 133 ക്രെഡിറ്റ് 5ാമത്തെ സെമ്മിൽ തന്നെ കിട്ടിയാൽ ഓക്കെ, സേഫാണ്, നിങ്ങൾക്ക് ആ സർട്ടിഫിക്കറ്റ് കിട്ടും. ഓക്കെ, ക്ലിയർ ആയല്ലോ. അതാണ് ഈ ഫാസ്റ്റ് ട്രാക്ക് ഡിഗ്രി എന്ന് പറയുന്നത്.
ഇതാണ് ഈ 3 വർഷ ഡിഗ്രിയെ പറ്റി എനിക്ക്, അതായത് 3 ഇയറിൽ എക്സിറ്റ് അടിക്കുന്നതിനെ പറ്റി ഇത്രയാണ് പറഞ്ഞു തരാനുള്ളത്. ഓർക്കുക, 3 വർഷം എക്സിറ്റ് ഓപ്ഷൻ അടിച്ചിട്ട് പി ജി ചെയ്യണമെങ്കിലോ, പി ജി ചെയ്യണമെങ്കിൽ 2 വർഷത്തെ പി ജി ആണ് ചെയ്യേണ്ടത്. 2 വർഷമാണ് അവർക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ. ഓക്കെ, ഇനി നമുക്ക് 4-ാം വർഷത്തിലേക്ക് കയറാം. 4 വർഷത്തിനെ പറ്റി പറയുമ്പോൾ ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആദ്യത്തെ 3 വർഷം അഥവാ ആദ്യത്തെ 6 സെമസ്റ്ററിലെ എല്ലാ സബ്ജക്റ്റും പാസ്സായവർക്ക് മാത്രമേ 4-ാമത്തെ വർഷത്തിലേക്ക് കയറാൻ പറ്റൂ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈസി ആയിട്ട് സപ്ലിമെൻ്ററി ഉണ്ടെങ്കിൽ, ഏതെങ്കിലും സബ്ജക്റ്റ് ഫെയിലാണെങ്കിൽ, ഈ സബ്ജക്റ്റ് തോക്കുന്നതിനെയാണ് സപ്ലിമെൻ്ററി എന്ന് പറയുന്നത്. ഡിഗ്രിയിലൊക്കെ പറയുന്നൊരു കാര്യമാണ്. നിങ്ങൾ ഈ +1 +2 സേ എക്സാം എന്ന് പറയത്തില്ലേ, ഒരെണ്ണം സേ ആയി പോയി എന്ന് പറയത്തില്ലേ, അതിന് പകരം ഡിഗ്രിയിൽ പറയുന്നൊരു സംഭവമാണ് സപ്ലിമെൻ്ററി. ഓർക്കുക, ആദ്യത്തെ 3 വർഷം കഴിയുമ്പോൾ, 6 സെമസ്റ്റർ കഴിയുമ്പോൾ ഒരു സബ്ജക്റ്റ് പോലും നിങ്ങൾക്ക് സപ്ലിമെൻ്ററി ഉണ്ടാവരുത്. എല്ലാ സബ്ജക്റ്റും പാസ്സാണെങ്കിൽ മാത്രമേ 4-ാമത്തെ വർഷത്തിലേക്ക് കയറാൻ പറ്റൂ. അവിടെ തന്നെ ആ ഒരു 3 വർഷം, ആദ്യത്തെ ഒരു 3 വർഷം കഴിയുമ്പോൾ 75% മാർക്കുണ്ടെങ്കിലേ 75% മാർക്കുണ്ടെങ്കിലേ ഓണേഴ്സ് വിത്ത് റിസർച്ച് ഡിഗ്രി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റൂ. കാര്യം അത് ഇത്തിരി കൂടിയ ഐറ്റമാണ്. ഈ ഓണേഴ്സ് വിത്ത് റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അധ്യാപകരൊക്കെ ആകാൻ പോകുന്നവരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഓണേഴ്സ് വിത്ത് റിസർച്ചിലോട്ട് കയറുന്ന ഭയങ്കര അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ഓണേഴ്സ് വിത്ത് റിസർച്ചിലേക്ക് കയറിയാൽ പിന്നെ നിങ്ങൾക്ക് പി ജി ചെയ്യണ്ട. പി ജി ചെയ്യാതെ അതിന് ഈക്വലൻ്റായിട്ട് തന്നെ നിങ്ങൾക്ക് റിസർച്ച് ചെയ്തങ്ങ് പോകാൻ പറ്റും. നോക്കൂ, 4-ാം വർഷം റിസർച്ച് ഡിഗ്രിയാണ് കിട്ടുന്നതെങ്കിൽ ആ റിസർച്ച് ഡിഗ്രിയുടെ ബേസിൽ പി ജി ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് PhD ക്വാളിഫിക്കേഷനിലോട്ട് പോകാൻ പറ്റും. റിസർച്ച് ഡിഗ്രി ക്വാളിഫൈ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പോയി റിസർച്ച് ചെയ്യാൻ പറ്റും. കുറച്ച് കൂടിയ കാര്യങ്ങളാണ്. +2 പാസ്സായി നിൽക്കുന്ന കുട്ടിക്കത് ഫുള്ള് മനസ്സിലാവണമെന്നില്ല. ഓർത്ത് വെച്ചോ, ഇതൊരു ഭയങ്കര നേട്ടമാണ്. എസ്പെഷ്യലി അധ്യാപകരാകാൻ ആഗ്രഹിക്കുന്നവർക്ക്, അല്ലെങ്കിൽ അക്കാഡമിക് സെൻസിൽ ഈ എഡ്യൂക്കേഷൻ സെക്ടറിലൊക്കെ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് ഇതൊന്ന് ഓർത്ത് വെച്ചോ, ഇങ്ങനൊരു സംഭവമുണ്ട്. പക്ഷേ ഇത് നേടണമെങ്കിൽ ഇപ്പോഴേ പറയുവാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 75% മാർക്ക് നിങ്ങൾ ആദ്യത്തെ 3 വർഷം നേടിയിരിക്കണം. എങ്കിൽ മാത്രമേ 4 ഇയർ റിസർച്ച് ഡിഗ്രിയിലേക്ക് വരാൻ പറ്റൂ. ഇനി അതല്ല, 75% മാർക്ക് ഇല്ല, പക്ഷേ എല്ലാ സബ്ജക്റ്റും പാസ്സാണെങ്കിൽ നിങ്ങൾക്ക് 4 ഇയർ ഓണേഴ്സ് ഡിഗ്രിയിലോട്ട് പോവാം. 4 വർഷ ഡിഗ്രി എന്നൊരു കോൺസെപ്റ്റിലോട്ട് പോവാം. അതാണ് 4 ഇയർ ഓണേഴ്സ് ഡിഗ്രി. തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? 4-ാം വർഷത്തിലേക്ക് കയറണമെങ്കിൽ തന്നെ ആദ്യത്തെ 3 വർഷത്തെ എല്ലാ സബ്ജക്റ്റും പാസ്സായിരിക്കണം. അവിടെ ഒരു ഫെയിലും ഉണ്ടാവരുത്. അവിടെ തന്നെ 75% മേളിൽ മാർക്ക് വേണം. 75% മാർക്കെങ്കിലും ഉണ്ടെങ്കിലേ റിസർച്ച് ഡിഗ്രി ചെയ്യാൻ പറ്റൂ. ഇപ്പം മനസ്സിലാക്കി, ദയവേത് മനസ്സിലാക്കുക, ഇവൻ ആളിത്തിരി പുലിയാണ്. ഇത് കിട്ടിയാൽ ഭയങ്കര നേട്ടമാണ്. 2 വർഷത്തെ പി ജി ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് PhDയിലോട്ട് പോകാൻ പറ്റും. 2 വർഷത്തെ അഡ്വാൻറ്റേജാണ് കിട്ടുന്നത്. പി ജി ചെയ്യാതെ തന്നെ PhD വർക്ക് തുടങ്ങാൻ പറ്റും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ BCom ഫസ്റ്റ് ഡേ തൊട്ട് തന്നെ നന്നായിട്ട് പഠിക്കണം. നമ്മുടെ ലക്ഷ്യം 75% മാർക്കിന് മുകളിലായിരിക്കണം. അതിൽ താഴെ പോയാൽ ഇതേ ചെയ്യാൻ പറ്റൂ. എല്ലാ വിഷയവും പാസ്സാണ്, പക്ഷേ എനിക്ക് 75% മാർക്ക് ഇല്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഓണേഴ്സ് ഡിഗ്രിയെ ചെയ്യാൻ പറ്റൂ. ഇനി ഈ ഓണേഴ്സ് ഡിഗ്രി ചെയ്യുന്നവരെ സംബന്ധിച്ച് റിസർച്ച് ചെയ്യാൻ പറ്റുന്നില്ല, ജസ്റ്റ് 4 വർഷത്തെ ഓണേഴ്സ് ഡിഗ്രി 4 ഇയർ ഡിഗ്രി ചെയ്യുന്നവരെ സംബന്ധിച്ച് നിങ്ങൾക്ക് പി ജി ചെയ്യണമെങ്കിൽ 1 വർഷം പി ജി ചെയ്താൽ മതി. 4 വർഷം കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് പിന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യാൻ 1 വർഷത്തെ പി ജി ചെയ്താൽ, അതായത് പി ജി സെക്കൻഡ് ഇയറിൽ 3rd സെമ്മിലേക്ക് ഡയറക്റ്റ് ലാറ്ററൽ എൻട്രി കിട്ടും. 4 വർഷ ഡിഗ്രി പാസ്സായി പോകുന്ന ഒരാൾക്ക്, 4 വർഷ ഡിഗ്രി എടുത്ത് പാസ്സായി വരുന്ന ഒരാൾക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ്റെ സെക്കൻഡ് ഇയറിൽ 3rd സെമ്മിൽ നേരിട്ട് എൻട്രി കിട്ടും. 3ാമത്തെ ഈ ഓപ്ഷൻ ഉണ്ടല്ലോ, ഇതെടുത്താൽ നിങ്ങൾ പി ജി ചെയ്യണ്ട. ഇതെടുത്താൽ പി ജിയേ ചെയ്യണ്ട. പി ജി ചെയ്യാതെ തന്നെ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻറ്റിന് കിട്ടുന്ന എല്ലാ അഡ്വാൻറ്റേജും കിട്ടും. നെറ്റ് എക്സാം വരെ എഴുതാം. കോളേജ് അധ്യാപകരാകാനുള്ള നെറ്റ് എക്സാം, സ്കൂൾ അധ്യാപകരാകാനുള്ള സെറ്റ് എക്സാം എല്ലാം എഴുതാം. ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻറ്റിന് കിട്ടുന്ന എല്ലാ ബെനിഫിറ്റും ഈ 4 വർഷം കൊണ്ട് തന്നെ നിങ്ങൾ നേടിയെടുത്തിരിക്കും. അപ്പോൾ ഇവനാണ് പുലി. ഇവനാൾ മിടുക്കരിൽ മിടുക്കന്മാർക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആദ്യം തൊട്ടേ പഠിക്കണം. അപ്പോൾ പഠിക്കുന്നില്ലെന്നും ഒരു കാര്യമില്ല, ജസ്റ്റ് പാസ്സായാൽ മതി. മാർക്കിലൊന്നും ഒരു കാര്യമില്ല എന്നൊരിക്കലും പറയരുത്. മാർക്ക് ഉണ്ടെങ്കിലേ 75% മാർക്ക് ഉണ്ടെങ്കിലേ ഈ 4 വർഷത്തെ റിസർച്ച് ഡിഗ്രി ചെയ്യാൻ പറ്റൂ. ഓക്കെ, അപ്പോൾ ഇൻ ഷോർട്ട് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഫസ്റ്റ് എക്സിറ്റ് ഓപ്ഷൻ 3 വർഷം കഴിഞ്ഞ് എല്ലാം പാസ്സായി കഴിഞ്ഞാൽ, 6 സെമസ്റ്റർ കഴിഞ്ഞ് എല്ലാം പാസ്സായാൽ നമുക്കവിടെ നിർത്താം. കോഴ്സ് അവിടെ നിർത്തി നമുക്ക് സർട്ടിഫിക്കറ്റ് വാങ്ങാം.
അങ്ങനാണെങ്കിൽ പിന്നീട് 2 വർഷത്തെ PG ചെയ്യേണ്ടി വരും. ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് PGക്ക് പിന്നെ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 വർഷത്തെ PG ചെയ്യേണ്ടി വരും. അവിടുത്തെ ഫാസ്റ്റ് ട്രാക്കിൻ്റെ കേസ് ഞാൻ പറഞ്ഞു. പുറത്തുനിന്ന് ഓൺലൈൻ കോഴ്സുകളൊക്കെ അറ്റൈൻ ചെയ്ത് നിങ്ങൾ ആ 133 ക്രെഡിറ്റ് ഒപ്പിക്കാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5 സെമസ്റ്റർ കൊണ്ട് തന്നെ അത് നേടിയെടുക്കാം. അതേ അഡ്വാൻറ്റേജ് ഇവിടെയും കിട്ടും. നിങ്ങൾക്ക് ഈ 8 സെമസ്റ്ററിലത് അപ്പോൾ 7 സെമസ്റ്റർ കൊണ്ട് തീർക്കാൻ പറ്റും. ഇവിടെ ഫാസ്റ്റ് ട്രാക്ക് ഡിഗ്രിയിലൂടെയാണ് കയറുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 8 സെമി പോകണ്ട, മൊത്തത്തിൽ അര വർഷം കുറയുള്ളൂ. 5 സെമസ്റ്റർ കൊണ്ട് ഇത് പൂർത്തിയാക്കി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ചാടിക്കഴിഞ്ഞാൽ ഇവിടെ 7 സെം കൊണ്ട് തീരെയല്ലേ, 8ാം സെമ്മ് വേണ്ട. അതായത് നമ്മളെ സംബന്ധിച്ച് 3.5 വർഷത്തിൽ തീർക്കാം. ഇതിവിടെ 3.5 വർഷത്തിൽ അങ്ങ് തീർക്കാം. ഓക്കെ, അപ്പോൾ ആ 3 വർഷ ഡിഗ്രി നിങ്ങൾക്ക് 2.5 വർഷം കൊണ്ട് തീർക്കാമെന്നുണ്ടെങ്കിൽ 4 വർഷ ഡിഗ്രി നിങ്ങൾക്ക് 3.5 വർഷം കൊണ്ട് തീർക്കാനും പറ്റും. അതാണ് ഈ ഫാസ്റ്റ് ട്രാക്ക് ഡിഗ്രി എന്ന് പറയുന്നത്. ഞാനത് പ്രത്യേകം മെൻഷൻ ചെയ്തില്ലെന്നേ ഉള്ളൂ. പക്ഷേ ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതിൽ കൂടുതലായിട്ടൊന്നുമില്ല, ഇതിന് മുകളിലായിട്ടൊന്നും തന്നെ ഇല്ല. ഇനി നിങ്ങൾക്കുണ്ടാകാവുന്ന സംശയം, ഒന്ന് മിക്കവാറും സംശയം വരും, ഞാനൊരു സബ്ജക്റ്റ് തോറ്റുപോയി എന്ന് വിചാരിക്കുക. ഇപ്പോൾ എല്ലാവരും എല്ലാം ജയിക്കണമെന്നില്ലല്ലോ. ഒരു പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് ഇത്തിരി സമാധാനം കിട്ടും. കാര്യം അഥവാ തോറ്റുപോയാൽ എന്താണെന്നുള്ളത് കൊണ്ട് അറിയണമല്ലോ. പറഞ്ഞുതരാം. ആദ്യത്തെ 6 സെമസ്റ്റർ കഴിഞ്ഞപ്പോൾ എനിക്കൊരു 2 സബ്ജക്റ്റ് ഞാൻ തോറ്റുപോയി. ഓട്ടോമാറ്റിക്കലി എനിക്ക് 4ാമത്തെ വർഷത്തിലേക്ക് കയറാൻ പറ്റത്തില്ല. ആ ഒരു ടൈമിൽ കയറാൻ പറ്റത്തില്ല. പക്ഷേ ഈ 2 സബ്ജക്റ്റ് നിങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ, ആ 2 സബ്ജക്റ്റ് പാസ്സായാൽ നിങ്ങൾ ആ 131 ക്രെഡിറ്റ് ആയല്ലോ. ദെൻ നിങ്ങൾക്ക് ഈ 4 വർഷത്തിലേക്ക് അടുത്ത ടേമിൽ കയറാൻ പറ്റും. 7 വർഷത്തെ വാലിഡിറ്റി ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് ഒരു കുട്ടി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവൻ ഏതെങ്കിലും സബ്ജക്റ്റ് തോറ്റാലും അവൻ 7 വർഷത്തിനകത്തത് പാസ്സായിക്കൊണ്ട് ഈ 4 വർഷ ഡിഗ്രിയിലേക്ക് കയറാൻ പറ്റും. ഇനി ആ 2 സബ്ജക്റ്റ് പാസ്സാവുന്നതോടുകൂടി അവന് 75% മാർക്ക് ഉണ്ടെങ്കിൽ അവന് നേരെ ഗവേഷണം ചെയ്യാം, റിസർച്ചിലോട്ടും പോകാൻ പറ്റും. അപ്പോൾ സപ്ലിമെൻ്ററി വന്നാലും അത് പാസ്സായിക്കൊണ്ടും നമുക്ക് ഈ പറയുന്ന 4 വർഷത്തിലേക്ക് കയറാൻ പറ്റും. പക്ഷെ അത് അടുത്ത വർഷമേ പറ്റൂ. സപ്ലി ആയിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഡയറക്റ്റ്, അതായത് ഇപ്പം ഏപ്രിൽ മെയ്യിൽ നിങ്ങളുടെ ഒരു കോഴ്സ് തീർന്നാൽ ജയിച്ചു കഴിഞ്ഞാൽ ജൂണിൽ തന്നെ അടുത്ത സെം അങ്ങ് തുടങ്ങാം. ജയിച്ചില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഡിലേ വരും. പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പ്രധാനമായിട്ടും ഈ 4 ഇയർ ഡിഗ്രി പ്രോഗ്രാമിൽ നമുക്ക് കിട്ടാവുന്ന ഔട്ട്പുട്ട്. ഇതിലേതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റാണ് കിട്ടുന്നത്. ഏറ്റവും നല്ലത് ഇതാണ്. കാര്യം 4 വർഷം കൊണ്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ ഈക്വലൻ്റ് ആയിക്കൊണ്ട് റിസർച്ച് PhD എടുക്കാൻ പറ്റുന്ന ക്വാളിഫിക്കേഷൻ നേടിക്കൊണ്ട് നെറ്റ് എക്സാം എഴുതാവുന്ന ക്വാളിഫിക്കേഷൻ, സെറ്റ് എക്സാം എഴുതാം, എല്ലാം ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ചെയ്യേണ്ടുന്ന മുഴുവൻ കാര്യങ്ങളും ഈ 4 വർഷത്തിനകത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. PG ചെയ്യാതെ തന്നെ ഗവേഷണത്തിന് ചേരാമെന്നാണ് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് നന്നായിട്ട് പഠിക്കുന്ന, ടീച്ചറാവാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഈ പറഞ്ഞ അക്കാഡമിക് സെൻസിൽ ടീച്ചർ തന്നെ ആവണോ നിർബന്ധമില്ല PhD എടുക്കുന്നവർ, ആ തരത്തിൽ എനിക്ക് കുറച്ച് PhD ഒക്കെ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നന്നായി പഠിക്കുക. നിങ്ങൾക്ക് ഈ വാതിൽ ഓപ്പണാണ്. കാര്യം 2 വർഷം ഇവിടെ ലാഭിക്കാം, PG ചെയ്യണ്ടല്ലോ. ഓക്കെ, സോ ഇത്രയുമാണ് നമുക്ക് പ്രധാനമായിട്ടും ഈ 4 ഇയർ UG പ്രോഗ്രാമിൽ നമുക്ക് മെയിനായിട്ടുള്ള ഔട്ട്പുട്ടുകൾ. ഓക്കെ, ഇത്രയും ക്ലിയർ ആയി കാണുമല്ലോ. വ്യക്തത ഉണ്ടാവാതിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞാൽ മനസ്സിലാക്കുക. +2 കഴിഞ്ഞവരാണ്, അപ്പം കുറച്ച് അവ്യക്തത കാണും, അത് പോകെ പോകെ മനസ്സിലായിക്കോളും. എന്നിരുന്നാലും ജസ്റ്റ് ഒരു ഐഡിയ കിട്ടിക്കാണും എന്തൊക്കെയാണ് ഞാൻ ചെയ്യേണ്ടത്. ഓക്കെ, സോ ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. കുറച്ചുകൂടി പ്രാക്ടിക്കൽ സെൻസിൽ ഒരു കോഴ്സ് എടുത്തിട്ട് ഞാനിവിടെ എക്സാമ്പിളായിട്ട് കേരള യൂണിവേഴ്സിറ്റിയുടെ BCom കോഴ്സ് അങ്ങോട്ട് എടുക്കുവാണ്. എക്സാമ്പിളായിട്ട്, സാമ്പിളായിട്ട് കേരള യൂണിവേഴ്സിറ്റിയുടെ BCom കോഴ്സ് എടുത്തിട്ട് ഒരു കോഴ്സ് ജോയിൻ ചെയ്യുന്ന കുട്ടിക്ക് എങ്ങനെയാണ് അവൻ്റെ ഫസ്റ്റ് സെമസ്റ്റർ തൊട്ട്, ഞാനിവിടെ ആദ്യത്തെ 6 സെമസ്റ്ററിനെ പറ്റിയേ പറയുന്നുള്ളൂ. കാരണം ആ 3 വർഷ ഡിഗ്രിയാണ് ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. 4ാം വർഷം എന്ന് പറയുന്നത് മോർ ഓർ ലെസ് PG പോലെയാണ്, റിസർച്ചൊക്കെയാണ്. അവിടെ നിങ്ങൾക്ക് കുറച്ച് എളുപ്പമായിരിക്കും. അപ്പോൾ അതിലേക്ക് കയറുന്നവർക്ക് ഇപ്പോഴേ ഡീറ്റെയിലിങ്ങിൻ്റെ ആവശ്യം വരത്തില്ല. അപ്പോൾ ആദ്യത്തെ 3 വർഷം ഞാൻ നിങ്ങളെയും കൊണ്ടൊരു യാത്ര പോവുകയാണ്. നമുക്കൊന്ന് പോയി നോക്കാം. ഫസ്റ്റ് സെം തൊട്ട് 6th സെം വരെ നമുക്കൊരു യാത്ര നടത്തി നോക്കാം. ഓക്കെ, റെഡി? ചുമ്മാ എന്താണെന്ന് പറഞ്ഞുവിടലല്ല, നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇതെങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് അത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ കേരള യൂണിവേഴ്സിറ്റി BCom ആണ് ഞാൻ സാമ്പിൾ എടുത്തിരിക്കുന്നത്. ആർക്ക് വേണമെങ്കിലും ബാക്കി കേൾക്കാൻ കേട്ടോ. അപ്പോൾ എനിക്ക് എല്ലാം കൂടി എടുത്ത് പറഞ്ഞു തരാൻ പറ്റത്തില്ലല്ലോ. ഇപ്പോൾ BSc ഫിസിക്സ് ഉണ്ട്, BSc കെമിസ്ട്രി ഉണ്ട്, BBA ഉണ്ട്, ഒരുപാട് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. 10-60ഓളം ഡിപ്പാർട്ട്മെൻ്റ് ഇല്ലേടോ. ഇതെല്ലാം കൂടെ ചേർത്ത് എങ്ങനെയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ സാമ്പിളായിട്ട് ഞാൻ കേരള യൂണിവേഴ്സിറ്റിയുടെ BCom കോഴ്സ് എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് പറഞ്ഞുതരാം. ഓക്കെ, അത് നിങ്ങളിപ്പോൾ BA കാരാണെങ്കിലും BSc കാരാണെങ്കിലും ഇത് ജസ്റ്റ് നിങ്ങളുടെ സബ്ജക്റ്റ് പോലെ അങ്ങ് കേട്ടുകൊണ്ടിരുന്നാൽ മതി. ഓക്കെ, സോ BComനെ സംബന്ധിച്ച്, കേരള യൂണിവേഴ്സിറ്റി BComനെ സംബന്ധിച്ച് വേണമെങ്കിൽ ഒന്ന് ഓർത്ത് വെച്ചോ, നിങ്ങൾക്ക് 8 ടൈപ്പ് BCom ഉണ്ട്, 8 എലക്റ്റീവ് ഉണ്ടെന്ന് പറയാം. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. 8 എലക്റ്റീവ് ഉണ്ട്. BCom ഫിനാൻസ്, BCom കോർപ്പറേഷൻ, BCom ഇൻ്റർനാഷണൽ ബിസിനസ് ഓപ്പറേഷൻ,
ബികോം ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്, ബികോം ടാക്സേഷൻ, ബികോം മാർക്കറ്റിംഗ്, ബികോം ബിസിനസ് ഇൻഫർമേഷൻ സിസ്റ്റം, ബികോം ടൂറിസം. ഇങ്ങനെ 8 എലക്റ്റീവ്സ് ആണ് നമുക്ക് കേരള യൂണിവേഴ്സിറ്റിയിൽ ബികോമിന് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇത് നമുക്ക് എങ്ങനെ ചൂസ് ചെയ്യാമെന്ന് ചോദിച്ചാൽ നോക്കൂ, ഓരോ കോളേജിലും ഓരോ തരം എലക്റ്റീവ് ആയിരിക്കും. അതായത് ഇപ്പം നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന കോളേജിൽ ബികോം ഫിനാൻസ് ആണെങ്കിൽ നമ്മൾ ബികോം ഫിനാൻസ് പഠിക്കേണ്ടി വരും. എനിക്ക് ബികോം കോർപ്പറേഷൻ പഠിക്കാനാണ് ആഗ്രഹമെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ചത് ബികോം ടൂറിസം ആണെങ്കിൽ ആ ബികോം ടൂറിസം ഉള്ള കോളേജിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കണം. ഇപ്പോൾ ഏതെങ്കിലും കോളേജിൽ അഡ്മിഷൻ എടുത്തിട്ട് അവിടെ ഇല്ലാത്ത എലക്റ്റീവ് എനിക്ക് പഠിക്കാൻ പറ്റത്തില്ല. ഈ 8 എലക്റ്റീവിൽ എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ പഠിക്കാമെന്ന് പറഞ്ഞാൽ അത് അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ കോളേജിൻ്റെ വെബ്സൈറ്റ് നോക്കണം. നമുക്ക് പ്രത്യേക താല്പര്യം വല്ലതും ഉണ്ടെങ്കിൽ ആ എലക്റ്റീവ് ഉള്ള കോളേജിൽ തന്നെ അഡ്മിഷൻ എടുക്കണം. ഇപ്പോൾ ബികോം കോർപ്പറേഷൻ ഇല്ലാത്ത കോളേജിൽ അഡ്മിഷൻ എടുത്തിട്ട് അയ്യോ എനിക്ക് കോർപ്പറേഷൻ പഠിക്കണമായിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല. അത് നിങ്ങൾ നേരത്തെ നോക്കണം. അവിടെ ബികോം കോർപ്പറേഷൻ ഉണ്ടോ, അവിടെ ബികോം ഫിനാൻസ് ഉണ്ടോ, നിങ്ങൾക്ക് പഠിക്കേണ്ടത് ബികോം ടൂറിസം ആണെങ്കിൽ അവിടെ ബികോം ടൂറിസം ഉണ്ടോ, ഇത് നോക്കിയിട്ട് വേണം അഡ്മിഷൻ എടുക്കാൻ. അപ്പോൾ കോളേജ് അനുസരിച്ച് എലക്റ്റീവ് മാറും. കോളേജിൽ ചെന്നിട്ടല്ല നിങ്ങൾക്ക് തോന്നുന്ന എലക്റ്റീവ് എടുക്കാൻ പറ്റുന്നത്. നിങ്ങൾ ഈ എലക്റ്റീവ് ഓപ്റ്റ് ചെയ്തുകൊണ്ടാണ് കോളേജ് പ്രിഫർ ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഇപ്പോൾ XYZ എന്ന കോളേജിൽ അഡ്മിഷൻ എടുത്തിട്ട് അവിടെ ഇല്ലാത്ത എലക്റ്റീവിന് വാശി പിടിക്കരുത്. അവിടെ ഉള്ള എലക്റ്റീവ് എന്താണോ അതേ നമുക്ക് പഠിക്കാൻ പറ്റൂ. അപ്പോൾ ഓർത്ത് വെച്ചോ, 8 എലക്റ്റീവ് ഉണ്ട്. ബികോംകാരൊന്ന് ഓർത്ത് വെച്ചോ, ബികോമിനകത്ത് വരുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത്. നമുക്ക് കേരള യൂണിവേഴ്സിറ്റിയിൽ ഇങ്ങനെ 8 എലക്റ്റീവായിട്ടാണ് ബികോം സ്ട്രക്ചർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു കേട്ടോണേ, നമ്മളിപ്പോൾ ഫസ്റ്റ് സെമ്മിലേക്ക് ചെല്ലുവാണ്. ശ്രദ്ധിച്ച് കേട്ടോ. ഇപ്പോൾ നിങ്ങളിതൊന്നും വായിക്കാനൊന്നും നിൽക്കേണ്ട, ജസ്റ്റ് വേണമെങ്കിൽ കണ്ണടച്ച് കേട്ടാലും കുഴപ്പമില്ല. ഞാനിത് ഓരോന്നും പറയുമ്പോൾ നോക്കിയാൽ മതി. ഫസ്റ്റ് സെമ്മിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ബികോം പഠിക്കാനല്ലേ ചെല്ലുന്നത്, അല്ലേ? നമ്മൾ ബികോം പഠിക്കാനല്ലേ ചെല്ലുന്നത്. അതായത് കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിലോട്ടാണ് നമ്മൾ ചെല്ലുന്നത്. എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ആ കോളേജിൽ എനിക്കൊരു ബികോം സ്റ്റുഡൻ്റ് ആവണം, ബികോം ഡിഗ്രി എടുക്കണം. അപ്പോൾ ഞാൻ ബികോം പഠിക്കാനായിട്ട് ചെല്ലുകയാണെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് അവിടെ ഒരു മേജർ സബ്ജക്റ്റ് ഉണ്ടായിരിക്കും. ഇനി വേണേൽ കണ്ണൂർ നോക്കിക്കോ, നമ്മൾ ഏത് ഡിഗ്രി എടുക്കാനാണോ ചെല്ലുന്നത് ആ ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് വേണ്ടി ഒരു മേജർ സബ്ജക്റ്റ് ഓഫർ ചെയ്യും. നമുക്കത് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആയിരിക്കും. ആ ഒരു മേജർ സബ്ജക്റ്റ് നിങ്ങൾ പഠിച്ചിരിക്കണം. അതായത് ഞാൻ ഏത് ഡിഗ്രി അഥവാ ഞാൻ ബികോം ആണ് ആഗ്രഹിച്ച് ചെല്ലുന്നതെങ്കിൽ എനിക്കൊരു മേജർ സബ്ജക്റ്റ് കൊമേഴ്സ് ഓഫർ ചെയ്യും. ആ മേജർ ഞാൻ പഠിച്ചിരിക്കണം. അതോടൊപ്പം തന്നെ കേട്ടോണേ, അതോടൊപ്പം തന്നെ 2 മൈനർ സബ്ജക്റ്റ് പഠിക്കണം. ഈ മൈനർ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലാതെ, കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിന് പുറത്ത്, കൊമേഴ്സ് അല്ലാതെ മറ്റേതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നായിരിക്കും ഞാൻ ഈ 2 മൈനർ സബ്ജക്റ്റ് പഠിക്കുന്നത്. ഒരിക്കൽ കൂടെ പറയുന്നത് കേൾക്കുക. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യണം, കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇത് മനസ്സിലാക്കാതെ പോയി ഫസ്റ്റ് ക്ലാസ് ഇരുന്ന് കളയല്ലേ. കാര്യം അവിടെ വന്നിട്ട് ടീച്ചേഴ്സ് പെട്ടെന്ന് പറഞ്ഞുതരും. മനസ്സിലാക്കി വെക്കുക. നിങ്ങൾ ബികോം പഠിക്കാനാണല്ലോ പോകുന്നത്. അതെ, ബികോം പഠിക്കാൻ പോകുന്ന നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഒരു മേജർ സബ്ജക്റ്റ്, ഈ മേജർ എടുത്തു എന്നതാണ് നിങ്ങൾ അവിടെ കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് അഥവാ ബികോം പഠിക്കാൻ വന്ന കുട്ടിയാണ് എന്ന് മനസ്സിലാവുന്നത് തന്നെ നിങ്ങളുടെ മേജർ സബ്ജക്റ്റ് വെച്ചാണ്. അപ്പോൾ എനിക്ക് കൊമേഴ്സിൽ നിന്നൊരു മേജർ സബ്ജക്റ്റ് വേണമെന്ന് പറഞ്ഞാൽ എൻ്റെ ലക്ഷ്യം ഒരു ബികോംകാരനാവലാണ്. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു മേജർ സബ്ജക്റ്റ് നിങ്ങൾ ആ ഡിപ്പാർട്ട്മെൻറ്റ് ഇത് പഠിക്കണം. ദെൻ 2 മൈനർ സബ്ജക്റ്റ്, അത് കൊമേഴ്സിൽ നിന്നല്ല പഠിക്കുന്നത്. അത് കൊമേഴ്സ് അല്ലാതെ ആ കോളേജിലുള്ള മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നാണ് ഈ മൈനർ സബ്ജക്റ്റ് പഠിക്കേണ്ടത്. ചുരുക്കി പറഞ്ഞാൽ ഈ ആദ്യം കാണുന്ന സബ്ജക്റ്റ് ഉണ്ടോ, കാണിച്ചു തരാം. ആദ്യത്തെ അതാണ് മേജർ. അത് ഈ പറയുന്ന ബികോംകാരൻ പഠിക്കണം. താഴോട്ട് കിടക്കുന്ന ഇത്രയും സബ്ജക്റ്റ് ഉണ്ടോ, അതാണ്ട് ഇവിടം വരെ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം വരെ ഞാൻ വരയ്ക്കുന്നുണ്ടോ, താഴോട്ടുള്ളത് അത് ബികോംകാരൻ പഠിക്കാനുള്ളതല്ല. അത് കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് ഓഫർ ചെയ്യുവാണ്. അപ്പം മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ പിള്ളേർ കൊമേഴ്സ് എടുക്കണമെങ്കിൽ, മൈനർ എടുക്കണമെങ്കിൽ ഇതിലേതെങ്കിലും ഒന്നായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും 2 ആയിരിക്കും എടുക്കുന്നത്. അപ്പം നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മൾ കൊമേഴ്സിൽ നിന്ന് ഒരു മേജർ സബ്ജക്റ്റ് പഠിച്ചിട്ട് പിന്നെ നമ്മൾ കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു സബ്ജക്റ്റും പഠിക്കത്തില്ല. നമ്മൾ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, കെമിസ്ട്രി ആവാം, ഫിസിക്സ്, നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾ വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റ് ഓഫർ ചെയ്യുന്ന 2 മൈനർ സബ്ജക്റ്റ് എടുക്കണം. അത് ഒരേ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ 2 മൈനർ സബ്ജക്റ്റ് ആവാം, വ്യത്യസ്തങ്ങളായ 2 ഡിപ്പാർട്ട്മെൻറ്റും എടുക്കാം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് 2 സബ്ജക്റ്റും കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എടുക്കാം, ഒരു കെമിസ്ട്രിയും ഒരു ഫിസിക്സും എടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം, മൈനർ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ 2 മൈനർ സബ്ജക്റ്റ് പഠിച്ചിരിക്കണം. അത് 2ഉം കൂടെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന്, ഫിസിക്സോ കെമിസ്ട്രിയോ എക്കണോമിക്സോ സുവോളജിയോ ബോട്ടണിയോ എന്തോ ആയിക്കോട്ടെ അവിടെ ഉള്ളത്, ആ കോളേജിലുള്ളത്, ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് തന്നെ 2 മൈനർ പഠിക്കാം, അല്ലെങ്കിൽ വ്യത്യസ്തങ്ങളായ 2 ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് 2 സബ്ജക്റ്റായിട്ടും പഠിക്കാം. ഓക്കെ, പിന്നെ നിങ്ങൾ പഠിക്കേണ്ടുന്നത് ഒരു MDC ആണ്,
മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് എന്ന് പറയും. അതും മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റ് ഓഫർ ചെയ്യുന്ന സബ്ജക്റ്റ് ആയിരിക്കും. അത് മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റ് ഓഫർ ചെയ്യുന്ന സബ്ജക്റ്റാണ്. അതും കൊമേഴ്സ് അല്ല, അതും കൊമേഴ്സിന് പുറത്തു നിന്നാണ് പഠിക്കേണ്ടത്. അതും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ് എടുക്കാം. ഇപ്പോൾ മൈനർ എടുത്ത ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ MDCക്ക് എടുക്കണമെന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ വ്യത്യസ്തങ്ങളായ ഇവിടെ 2 ഡിപ്പാർട്ട്മെൻറ്റ്, ഇവിടെ 1, അപ്പം തന്നെ 3 ഡിപ്പാർട്ട്മെൻറ്റായി. കൊമേഴ്സിന് പുറത്ത് നിങ്ങൾക്ക് 3 ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി പഠിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഒരു കെമിസ്ട്രി എടുക്കാം, ഒരു ഫിസിക്സ് എടുക്കാം, ഒരു ബോട്ടണി എടുക്കാം. അങ്ങനെയൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ ഓരോ മൈനറും ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എടുക്കാം, ഒരു MDC വേറെ ഡിപ്പാർട്ട്മെൻറ്റും എടുക്കാം. കംപ്ലീറ്റ്ലി നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി പഠിക്കാം, എല്ലാം കൂടെ ഒരിടത്തു നിന്ന് പഠിക്കാം, വ്യത്യസ്തങ്ങളായിട്ട് പഠിക്കാം. 2 മൈനറും കൂടെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് പഠിക്കാം, ഒരു MDC വേറെ പഠിക്കാം, ഒരു മൈനറും ഒരു MDCയും കൂടെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പഠിക്കാം, വേറൊരു മൈനർ വേറെ പഠിക്കാം എന്ന് വേണ്ട, എങ്ങനെ വേണമെങ്കിലും ഷഫിൾ ചെയ്യാം. ഇറ്റ്സ് അപ് ടു യു. സ്റ്റുഡൻസിന് വിട്ടുകൊടുത്തിരിക്കുവാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി ഇഷ്ടമുള്ള മൈനർ പഠിക്കാം, ഇഷ്ടമുള്ള ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് MDC എടുക്കാം. ഓക്കെ, അപ്പോൾ ഒരു മേജർ കൊമേഴ്സിൽ നിന്ന് തന്നെ പഠിക്കണം, 2 മൈനർ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പഠിക്കാം, ഒരു MDC മറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫർ ചെയ്യുന്നത് പഠിക്കാം. 2 AEC എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സ് 2 എണ്ണം പഠിക്കാനുണ്ട്. അത് മറ്റൊന്നുമല്ല, അത് ഇംഗ്ലീഷും സെക്കൻഡ് ലാംഗ്വേജുമാണ്. ഇംഗ്ലീഷും സെക്കൻഡ് ലാംഗ്വേജും പഠിച്ചിരിക്കണം. ചുരുക്കി പറഞ്ഞാൽ ഫസ്റ്റ് സെമസ്റ്ററിൽ നിങ്ങൾ ഒരൊറ്റ കൊമേഴ്സ് സബ്ജക്റ്റ് മാത്രമേ പഠിക്കുന്നുള്ളൂ. ബാക്കി 5 സബ്ജക്റ്റും ശരിക്കും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ്. ക്ലിയറായി വരുന്നുണ്ടോ? ആ ഒരു സബ്ജക്റ്റിൻ്റെ പേരിൽ, അത് മേജറാണ്, ആ സബ്ജക്റ്റിൻ്റെ ലേബലിലാണ് നിങ്ങൾ ആ കോളേജിൽ അറിയപ്പെടുന്നത്. നിങ്ങൾ പഠിക്കുന്ന മേജർ എന്താണോ ആ മേജർ സബ്ജക്റ്റ് ആയിരിക്കും മിക്കവാറും നിങ്ങളുടെ പേരൻ്റ് ഡിപ്പാർട്ട്മെൻ്റ് ആവുന്നത്. നമുക്കൊരു ക്ലാസ് ടീച്ചറൊക്കെ വേണമല്ലോ. അപ്പോൾ ഈ മേജർ സബ്ജക്റ്റിലെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് മിക്കവാറും ഫാക്കൽറ്റി അഡ്വൈസറൊക്കെ വരുന്നത്. നിങ്ങൾ അവിടുത്തെ മക്കളാണ്, മേജർ പഠിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മക്കളായിട്ടാണ് നിങ്ങൾ ചെല്ലുന്നത്. ഓർക്കുക, ഒരു സബ്ജക്റ്റ് അവിടെയും ബാക്കി 5 സബ്ജക്റ്റ് വേറെയുമാണ്. പക്ഷേ ഈ 5 സബ്ജക്റ്റിനേക്കാളും പ്രാധാന്യത്തോടു കൂടിയാണ് ഈ മേജർ സബ്ജക്റ്റ് കണക്കാക്കപ്പെടുന്നത്. ഇത്രയും ഓക്കെ ആണല്ലോ. അപ്പോൾ ഒരു മേജർ സബ്ജക്റ്റ് പഠിക്കുന്നു, 2 മൈനർ, ഒരു MDC, ഒരു AEC. ഇതിലിപ്പോൾ സംശയം വരാൻ സാധ്യത ഉണ്ടായിരുന്നത്, ഞാൻ 2 മൈനറും ഒരേ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എടുക്കണോ? വേണ്ട, രണ്ടും 2 ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എടുക്കാം. രണ്ടും എനിക്ക് ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എടുക്കാൻ പറ്റുമോ? പറ്റും, രണ്ടും ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എടുക്കാം. MDC എനിക്ക് മൈനർ എടുത്ത ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ എടുക്കണോ? വേണ്ട, MDC നിങ്ങൾക്ക് തോന്നുന്ന കണക്ക് വേറെ എവിടെന്നെങ്കിലും എടുക്കാം. ഇതെല്ലാം കൂടെ എനിക്ക് 2 മൈനറും ഒരു MDCയും കൂടെ എനിക്ക് ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എടുക്കാമോ? എടുക്കാം. എല്ലാ ഓപ്ഷൻസും ഉണ്ട്, ഫുള്ളാണ്, എല്ലാ ഷഫ്ലിങ്ങും ഉണ്ട്. ഓക്കെ, AEC ഇംഗ്ലീഷും സെക്കൻഡ് ലാംഗ്വേജും, അത് നിങ്ങൾ മലയാളമോ ഹിന്ദിയോ ഒക്കെ ആയിരിക്കും എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ആണല്ലോ. ഇത്രയും സബ്ജക്റ്റാണ് നമ്മൾ ഫസ്റ്റ് സെമ്മിൽ പഠിക്കുന്നത്. 6 എണ്ണം ഉണ്ട്. ഈ 6 സബ്ജക്റ്റാണ് നമ്മൾ ഫസ്റ്റ് സെമസ്റ്ററിൽ കവർ ചെയ്യുന്നത്. രണ്ടാമത്തെ സെമസ്റ്റർ ഫസ്റ്റ് സെമസ്റ്റർ പോലെ തന്നെയാണ് സ്ട്രക്ചർ. ഫസ്റ്റ് സെമസ്റ്റർ പോലെ തന്നെയാണ്. ഒരു മേജർ പഠിച്ചിരിക്കണം. കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫർ ചെയ്യുന്ന ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന സബ്ജക്റ്റ് നമ്മൾ മേജറായിട്ട് പഠിച്ചിരിക്കണം. എഗെയിൻ 2 മൈനർ. അവിടെ നിങ്ങൾക്ക് സംശയം വരും, ഞാൻ ഫസ്റ്റ് സെമ്മിൽ മൈനർ പഠിച്ചു, ആ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ പഠിക്കണോ? നിർബന്ധമില്ല. ഫസ്റ്റ് സെമ്മിൽ നിങ്ങൾ 2 മൈനർ എടുത്തത് ഫിസിക്സും കെമിസ്ട്രിയും ആണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ സുവോളജിയും ബോട്ടണി എടുക്കാം. ഞാൻ വീണ്ടും പറയുന്നു, മൈനർ നിങ്ങൾക്ക് തോന്നിയ പോലെയാണ്, ഫുള്ളായിട്ട് ഷഫിൾ ചെയ്യാം. അടുത്ത സെമസ്റ്റർ, രണ്ടാമത്തെ സെമസ്റ്ററിൽ നിങ്ങൾക്ക് മൈനർ ആദ്യത്തെ സെമസ്റ്ററിൽ ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എടുക്കണമെന്നില്ല. നിങ്ങൾക്ക് ഇവിടെയും വ്യത്യസ്തങ്ങളായിട്ട് എടുക്കാം. ഇനി അത് വേണമെങ്കിൽ അത് തന്നെ എടുക്കുകയും ചെയ്യാം. ഞാൻ വീണ്ടും അത് പറയേണ്ട കാര്യമില്ല, കംപ്ലീറ്റ്ലി നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. ആദ്യത്തെ സെമ്മിൽ ഫിസിക്സും കെമിസ്ട്രിയും പഠിച്ചു മൈനർ. ഓക്കെ, ഇവിടെ ബോറടിക്കും, വേണ്ട, സുവോളജി ബോട്ടണി പഠി. ഇവിടെ വീണ്ടും ഒരു MDC ഉണ്ട്. കഴിഞ്ഞ തവണ ഡിപ്പാർട്ട്മെൻറ്റ് MDC ഏതാണ്, അത് ഇത്തവണ എടുക്കണമെന്ന് നിർബന്ധമില്ല. കഴിഞ്ഞ തവണ എക്കണോമിക്സ് ആയിരുന്നെങ്കിൽ ഇത്തവണ ഹിസ്റ്ററി എടുത്തോ, നിങ്ങളുടെ ഇഷ്ടമാണ്. മൈനറും MDC ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ് ഓരോ സെമ്മിലും മാറി മാറി എടുക്കാം. ദെൻ 2 AEC, അത് ഇംഗ്ലീഷും നേരത്തെ പഠിച്ച സെക്കൻഡ് ലാംഗ്വേജ് തന്നെ എടുക്കണം. അവിടെ മലയാളം എടുത്തുകൊണ്ട് ഇവിടെ ഹിന്ദി എടുക്കാൻ പറ്റത്തില്ല. AEC ഫിക്സ് ആണ്, അത് ഇംഗ്ലീഷും നിങ്ങൾ പഠിച്ച സെക്കൻഡ് ലാംഗ്വേജ് തന്നെ ഇരിക്കണം. അപ്പോൾ ഫസ്റ്റ് സെമ്മും സെക്കൻഡ് സെമ്മും സ്ട്രക്ചർ വൈസ് സെയിം ആണ്. ഒരു മേജർ, 2 മൈനർ, ഒരു MDC, 2 AEC. ഓക്കെ, ഇവിടെ വേറെ ഒരു സംശയം ഉണ്ടാവാൻ സാധ്യതയില്ല. ആകെ ഉണ്ടാകാമായിരുന്ന സംശയം ഇതാണ്, ഞാൻ ഫസ്റ്റ് സെമ്മിൽ എടുത്ത മൈനറിൻ്റെ അതേ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ ഞാൻ ഈ സെക്കൻഡ് സെമ്മിൽ മൈനർ എടുക്കണം, നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി പഠിച്ചോ. അപ്പോൾ ഇപ്പോൾ തന്നെ അത് എത്ര ഡിപ്പാർട്ട്മെൻ്റ് ആയെന്ന് നോക്കണം. അതായത് ഫസ്റ്റ് സെമ്മിൽ വെറുതെ നമുക്ക് എണ്ണി നോക്കാം. അതാണ് ഇതിൻ്റെ ഗുണം, മൾട്ടി ഡിസിപ്ലിനറി ആണ്. കൊമേഴ്സ് പഠിക്കാൻ ചെല്ലുന്ന നിങ്ങൾക്ക് മറ്റനവധി സാധ്യതകളുണ്ട്. മേജർ പഠിച്ചത് കൊമേഴ്സിൽ നിന്നാണ്, മൈനർ ഞാൻ ഫിസിക്സും കെമിസ്ട്രിയും വേറെ വേറെ പഠിച്ചു.
MDC ഞാൻ വേറെ പഠിച്ചു, AIC ഇംഗ്ലീഷ് മലയാളം. സോ 1, 2, 3, 4, 5, 6 ഈ 6 സബ്ജക്റ്റും ഞാൻ 6 ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് ഫസ്റ്റ് സെമ്മിൽ പഠിക്കാം. ആ ഓപ്ഷൻ എനിക്കുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും മാറ്റം വരുത്താം. ഈ 2 മൈനർ എനിക്ക് വേറെ പഠിക്കാം. ഓക്കെ, അപ്പോൾ 6 2 8 ഡിപ്പാർട്ട്മെൻറ്റായി. ഇവിടെ എനിക്ക് വേറെ പഠിക്കാം 9 ഡിപ്പാർട്ട്മെൻറ്റ്. ഇംഗ്ലീഷും സെക്കൻഡ് ലാംഗ്വേജും സെയിം ആയിട്ട് തന്നെ നിൽക്കും, കൊമേഴ്സും സെയിം ആയിട്ട് നിൽക്കും. 2 സെമ്മ് കഴിഞ്ഞപ്പോൾ ഇത്രയും ഓപ്ഷൻസ് ഉപയോഗപ്പെടുത്തിയാൽ ആ കോളേജിലെ 9 ഡിപ്പാർട്ട്മെൻറ്റ് നിങ്ങൾക്ക് കയറി ഇറങ്ങാം. 9 ഡിപ്പാർട്ട്മെൻറ്റിലെ ക്ലാസ് റൂമിലെയും ടീച്ചേഴ്സിനെയൊക്കെ പരിചയപ്പെടാൻ വേണ്ടി അല്ല പോകണമെന്ന് എനിക്കറിയാം. എന്നിരുന്നാലും അവരുമായിട്ടൊക്കെ റാപ്പോർട്ട് ഉണ്ടാക്കാം. 2 സെമ്മ് കഴിഞ്ഞപ്പം 9 ഡിപ്പാർട്ട്മെൻറ്റാണ് നിങ്ങൾ കണ്ടത്. മാക്സിമം 9 കാണുമോ നിർബന്ധമില്ല, വളരെ ചുരുങ്ങിയ ഡിപ്പാർട്ട്മെൻറ്റായിട്ടും പറ്റും. ഞാൻ പറഞ്ഞല്ലോ, വേണമെങ്കിൽ എല്ലാ മൈനറും കൂടെ, ഫസ്റ്റ് സെമ്മിലെ 2 മൈനറും സെക്കൻഡ് സെമ്മിലെ 2 മൈനറും എല്ലാം ഒറ്റ എടുക്കാം, കെമിസ്ട്രി മാത്രം. അപ്പോൾ നിങ്ങൾ കെമിസ്ട്രിക്ക് പുറത്തോട്ട് പോകത്തതേ ഇല്ല. MDC കെമിസ്ട്രി എടുക്കാം, അപ്പോൾ നിങ്ങൾ ആകെ കൊമേഴ്സ് കെമിസ്ട്രി അങ്ങനെയും എടുക്കാം. അതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാണ്. ഓക്കെ, ഇതാണ് സെക്കൻഡ് സെം. ഇനി തേർഡ് സെമ്മിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഞെട്ടിക്കുന്നൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇങ്ങോട്ട് നോക്കണ്ട, പറയുന്ന കേൾക്ക്, ചെവി വെച്ച് കേൾക്ക്. തേർഡ് സെമ്മിലേക്ക് എത്തുമ്പോൾ നമുക്ക് ഈ സ്ട്രക്ചർ അവിടെ നിൽക്കട്ടെ. പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു ഇടുത്തി പോലൊരു കാര്യം വരുവാണ്. തേർഡ് സെമ്മിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മേജർ മാറാം. മനസ്സിലായില്ല? തേർഡ് സെമ്മിൽ നിങ്ങൾക്ക് മേജർ മാറാമെന്ന്. എന്ന് വെച്ചാൽ ബികോം പഠിക്കാൻ ചെന്ന നിങ്ങൾക്ക് തൊട്ട് മുൻപത്തെ 2 സെമ്മിൽ പഠിച്ച ഏതെങ്കിലും ഒരു മൈനറിലെയോ MDCയോ ഡിപ്പാർട്ട്മെൻ്റ് അങ്ങ് ഇഷ്ടപ്പെട്ടെങ്കിൽ ആ ഡിപ്പാർട്ട്മെൻറ്റ് നിങ്ങൾക്ക് മേജറായിട്ട് മാറാം. ചുരുക്കി പറഞ്ഞാൽ ബികോം പഠിക്കാൻ ചെന്ന നിങ്ങൾക്ക് വേണമെങ്കിൽ തേർഡ് സെം തൊട്ട് BSc കെമിസ്ട്രിക്കാരനാവാം. തമാശ പറഞ്ഞല്ല, ഇതെന്ത് ഇടപാടാണ്? ഈ ഇടപാടിനെയാണ് നമ്മൾ 4 ഇയർ UG പ്രോഗ്രാം എന്ന് വിളിക്കുന്നത്. ആദ്യത്തെ 2 സെമ്മിൽ നമ്മൾ കുറേ മൈനർ പഠിച്ചില്ലേ, 4 മൈനർ പഠിച്ചില്ലേ, 2 MDC പഠിച്ചില്ലേ. ഇതിലേതെങ്കിലും ഒരു സബ്ജക്റ്റ് നിങ്ങൾക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടെങ്കിൽ, നിങ്ങൾ വല്ലാതെ അങ്ങ് ആകർഷിച്ചെങ്കിൽ, നിങ്ങൾക്ക് തേർഡ് സെം തൊട്ട് ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മകനായിട്ട് മാറാം. പിന്നെ നിങ്ങളിനി ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആളാണ്. മേജർ ചേഞ്ച് ചെയ്യാം. നിങ്ങൾക്ക് തേർഡ് സെമ്മിൽ വേണമെങ്കിൽ ബികോമിനോട് ടാറ്റ ബൈ പറഞ്ഞ് നിങ്ങൾ എടുത്ത മൈനറോ MDCയോ ഇഷ്ടപ്പെട്ടുകൊണ്ട് അങ്ങോട്ടങ്ങ് ചാടാം. ബികോം പഠിക്കാൻ വന്നവൻ BSc ഫിസിക്സ് പഠിക്കാൻ പോകുന്നു. പക്ഷേ അവിടെ വെച്ച് നിങ്ങൾ മാറിയാൽ പിന്നൊരു തിരിച്ചുവരവ് ഉണ്ടാവത്തില്ല. തേർഡ് സെമ്മിൽ നിങ്ങൾ എന്താണോ മേജറായിട്ട് എടുക്കുന്നത് അതായിരിക്കും നിങ്ങളുടെ ഫൈനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ്. തേർഡ് സെമ്മിൽ നിങ്ങൾ പഠിക്കുന്ന മേജർ ആയിരിക്കും കംപ്ലീറ്റ് ആയിട്ട് പിന്നെ നിങ്ങൾ പാസ് ഔട്ടായി ഇറങ്ങുന്നത്. അപ്പോൾ തേർഡ് സെമ്മിലും എനിക്ക് മാറ്റം വേണ്ട, ഞാനൊരു ബികോംകാരനായിട്ട് പഠിച്ചോളാം എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ബികോം സ്റ്റുഡൻ്റായിട്ട് തന്നെ പാസ് ഔട്ട് ആകും. തേർഡ് സെമ്മിൽ നിങ്ങൾക്ക് വേണ്ട, എനിക്ക് കെമിസ്ട്രി അങ്ങ് ഇഷ്ടപ്പെട്ട്, എങ്കിൽ നിങ്ങളൊരു BSc കെമിസ്ട്രി ഹോൾഡറാണ്, നിങ്ങളൊരു കെമിസ്ട്രി ബിരുദധാരിയായിട്ട് മാറും. മാറ്റം തിരിച്ചു വരാൻ പറ്റത്തില്ല. തേർഡ് സെമ്മിൽ മേജർ മാറിക്കഴിഞ്ഞാൽ പിന്നെ 4ത്തിലോ 5ത്തിലോ 6ത്തിലോ ഒന്നും അവിടുന്ന് ഒരു മാറ്റമില്ല. റിസർച്ച് ചെയ്യണമെങ്കിൽ പോലും ആ മേജർ തേർഡ് സെമ്മിൽ നിങ്ങൾ ഫിക്സ് ചെയ്ത മേജർ വെച്ച് വേണം പിന്നെ നിങ്ങൾ നിങ്ങളുടെ ജീവിതം മൊത്തം മുന്നോട്ട് കൊണ്ടുപോകാൻ. അപ്പോൾ തേർഡ് സെമ്മിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, വേണമെങ്കിൽ മാറിയാൽ മതി. ഓക്കെ, അപ്പോൾ തേർഡ് സെമ്മിലേക്ക് വരുമ്പോൾ നമുക്ക് അങ്ങനെ മാറിപ്പോയാലും നിങ്ങൾ കൊമേഴ്സിൽ നിന്നാലും സ്ട്രക്ചർ ഇങ്ങനെ തന്നെ ആയിരിക്കും. നിങ്ങളിപ്പോൾ ബികോമിൽ നിന്ന് മാറി കെമിസ്ട്രിയിലോട്ട് പോയാലും ഫിസിക്സിലോട്ട് പോയാലും ഈ കോഴ്സിൻ്റെ സ്ട്രക്ചർ ഒരുപോലെ തന്നെ ആയിരിക്കും. നിങ്ങൾക്ക് തേർഡ് സെമ്മിൽ ഒരു മേജറും 2 മൈനറും ഒരു DSc പഠിക്കാനുണ്ട്. DSc എന്ന് പറഞ്ഞാൽ ഇല്ല, എലക്റ്റീവിൻ്റെ കാര്യം ഞാൻ ആദ്യം പറഞ്ഞു വെച്ചില്ലേ, ഒരു 8 എലക്റ്റീവ് ഉണ്ടെന്ന്. ഇപ്പോഴായിരിക്കും നിങ്ങൾക്ക് അത് ഓർമ്മ വന്ന. ശരിയാണല്ലേ, ഇങ്ങനെ 8 എലക്റ്റീവിൻ്റെ കാര്യം പറഞ്ഞ എന്തിനാണ്? ആദ്യത്തെ 2 സെമ്മിൽ ആ എലക്റ്റീവ് നിങ്ങളെ ബാധിക്കത്തില്ല. ആദ്യത്തെ 2 സെമ്മിൽ ആ എലക്റ്റീവ് വേണ്ട. 3ാമത്തെ സെമ്മിൽ ആ എലക്റ്റീവിനനുസരിച്ച് നിങ്ങൾക്കൊരു സബ്ജക്റ്റ് പഠിക്കേണ്ടി വരും. അത് നിങ്ങളുടെ ഓപ്ഷനൊന്നുമല്ല. നിങ്ങൾ ബികോം ഫിനാൻസ് ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ആ ഫിനാൻസിൻ്റെ ഒരു സബ്ജക്റ്റ് പഠിക്കേണ്ടി വരും. ബികോം കോപ്പറേഷൻ ആണ് ചൂസ് ചെയ്തിരിക്കുന്നതെങ്കിൽ കോപ്പറേഷൻ്റെ ഒരു സബ്ജക്റ്റ് പഠിക്കേണ്ടി വരും. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് പഠിക്കാൻ പറ്റില്ല. നിങ്ങൾ എടുക്കുന്ന എലക്റ്റീവ് അനുസരിച്ച് ഒരു സബ്ജക്റ്റ് വരും. ഒരു MDC ഉണ്ട്, തേർഡ് സെമ്മിൽ ഒരു MDC ഉണ്ട്. പക്ഷേ ഇത് ലാംഗ്വേജ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് മാത്രമേ എടുക്കാൻ പറ്റൂ. ഇംഗ്ലീഷ് പോലുള്ള ലാംഗ്വേജ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടല്ലോ. അപ്പോൾ ഈ തേർഡ് സെമ്മിലെ MDC നമുക്ക് ലാംഗ്വേജ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എടുക്കാൻ പറ്റൂ. പിന്നെ ഒരു വാല്യൂ ആഡഡ് കോഴ്സും കാണും. അപ്പോൾ തേർഡ് സെം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ മേജർ തീരുമാനിക്കാം, ബികോമിൽ തന്നെ നിൽക്കാം, അതല്ലെങ്കിൽ മാറി അങ്ങോട്ട് പോകാം. തൽക്കാലം നിങ്ങൾ ബികോമിൽ തന്നെ നിന്നാലും എങ്ങോട്ട് മാറിയാലും കോഴ്സ് ഇങ്ങനെ ഒരു മേജർ. ഇപ്പോൾ ബികോം ആണെന്നുണ്ടെങ്കിൽ കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ആയിട്ട് വരും, ഇത് വരും മേജറായിട്ട്. ഓക്കെ, അപ്പോൾ ഒരു മേജർ
ഒരു DSC ഇതുണ്ട്, ഇവിടെ 8 എണ്ണം കിടപ്പുണ്ട്. എണ്ണി നോക്കിക്കോ, 8 എണ്ണം കിടപ്പുണ്ട്. അതായത് ഓരോ എലക്റ്റീവിനും ഓരോ സബ്ജക്റ്റാണ്, 8 എണ്ണം കിടപ്പുണ്ട്. അതിലേതെങ്കിലും ഒരെണ്ണം പഠിക്കണം. ഒരു VAC പഠിക്കണം, ഒരു MDC പഠിക്കണം. പക്ഷേ നിർബന്ധമായിട്ട് ഞാൻ പറയുന്നു, ആ MDC എന്ന് പറയുന്നത് ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റ് പോയി പഠിക്കാൻ പറ്റില്ല. തേർഡ് സെമ്മിലെ MDC ലാംഗ്വേജ് ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെയാണ് പഠിക്കേണ്ടത്. ലാംഗ്വേജ് ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെയാണ് പഠിക്കേണ്ടത്. അങ്ങനെയാണ് തേർഡ് സെം. BCom മാറാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ BComലോട്ട് തന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഓക്കെ, ഇവിടെ വെച്ച് മാറാം കേട്ടോ, ഞെട്ടണ്ട. അതാണ് 4 ഇയർ ഡിഗ്രി. മനസ്സിലായോ? അതാണ് 4 ഇയർ ഡിഗ്രി. നിങ്ങൾക്ക് BCom ഇഷ്ടപ്പെട്ടില്ല, കെമിസ്ട്രി പൊയ്ക്കോ. പക്ഷേ അവിടെ തീരുമാനമെടുത്താൽ അവിടെ എടുക്കുന്ന മേജറും കൊണ്ടേ പിന്നെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂ. അയ്യോ എനിക്ക് തിരിച്ച് വരണമെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. തേർഡ് സെമ്മിൽ നിങ്ങൾ തീരുമാനിക്കുന്ന മേജറാണ് നിങ്ങളുടെ ഡിഗ്രി. അവിടെ വെച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ തറവാട് മാറി അങ്ങോട്ടോ ഇങ്ങോട്ടോ പോവാം. ഓക്കെ, സോ അതാണ് തേർഡ് സെമ്മിൻ്റെ രീതി എന്ന് പറയുന്നത്. ഒരു മേജർ, 2 മൈനർ. ഇവിടെയും 2 മൈനറുണ്ട്. അതും നേരത്തെ പറഞ്ഞ് മടുത്തത് തന്നെയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെടുത്ത് പോയി എടുത്തോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എടുക്കാം. ഈ MDCക്ക് ആ സ്വാതന്ത്ര്യമില്ല. അത് ലാംഗ്വേജിൽ നിന്ന് മാത്രമേ എടുക്കാൻ പറ്റൂ. അപ്പോൾ 2 2 4 2 6 മൈനറായി. ഇവിടം വരെ മൈനറുള്ളൂ, തേർഡ് സെം വരെ മൈനറുള്ളൂ. അപ്പോൾ 6 മൈനറായി ഇല്ലയോ? നമ്മൾ 6 മൈനർ പഠിച്ചു. ഓക്കെ, ഈ 6 മൈനർ പല സ്റ്റുഡൻസും പല രീതിയിലായിരിക്കത്തില്ല എടുക്കുന്നത്. ചിലർ 6 ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എടുക്കും. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഒന്ന് കയറി ഇറങ്ങാമല്ലോ, എല്ലാവരെയൊക്കെ ഒന്ന് കണ്ടിരിക്കാമല്ലോ. ഓക്കെ, ഈ 6 മൈനറും 6 ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എടുക്കും. ചിലർ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനൊന്നും വയ്യ, 6 മൈനറും ഞാൻ ഒരു ഡിപ്പാർട്ട്മെൻറ്റും, എനിക്ക് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് മൈനർ തന്നെ പഠിച്ചാൽ മതി, അങ്ങനെ എടുക്കും. ചിലർക്ക് ചില ഓപ്ഷൻസ് വരാറുണ്ട്. കുറച്ച് മൈനർ ഒരിടത്തുനിന്നും കുറച്ച് മറ്റൊരിടത്തുനിന്നും ഈക്വലായിട്ട്. അതായത് കുറച്ച് ഫിസിക്സ്, കുറച്ച് കെമിസ്ട്രി, അങ്ങനെ പല രീതിയിലാണ് നമ്മൾ മൈനർ എടുക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടം പോലെയാണ്. ഞാൻ വീണ്ടും പറയുകയാണ്, ആരും നിർബന്ധിക്കത്തില്ല. മൈനർ എങ്ങനെ സെലക്ട് ചെയ്യണം, ഈ 6 സബ്ജക്റ്റ് ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ പഠിക്കണം എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ് പോയി പഠിക്കാം. ആ പഠിക്കുന്നതിനനുസരിച്ച് നിങ്ങളുടെ അക്കാഡമിക്കിന്, അതായത് നിങ്ങളുടെ ഈ ഡിഗ്രിക്ക് ഒരു പേര് വരും. അതായത് സിംഗിൾ മേജർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ 6 മൈനറും 6 ഡിഫറൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് പഠിക്കുന്നതെങ്കിൽ, അതായത് മൈനറിന് ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെൻ്റ് ഇല്ല. എ സെറ്റ് ഓഫ് 6 കോഴ്സസ് ഇൻ ഡിഫറൻറ്റ് സബ്ജക്റ്റാണ്. എക്സാമ്പിളാണ് മേജർ ഫിസിക്സ്. നമ്മൾ മേജർ BCom ആയിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ മേജർ കൊമേഴ്സ്, മേജർ BCom, ദെൻ മൈനർ എന്ന് പറയുന്നത് പല ഡിപ്പാർട്ട്മെൻറ്റിലാണെങ്കിൽ അതിനെയാണ് നിങ്ങളൊരു സിംഗിൾ മേജറാണ് പഠിച്ചത്, നിങ്ങളൊരു സിംഗിൾ മേജർ പാത്വേ ആണ് എടുത്തിരിക്കുന്നത്. അതായത് ഞാനൊരു കൊമേഴ്സിൽ നിന്നൊരു മേജർ എടുത്തു, എല്ലാ മൈനറും പല സ്ഥലത്തുനിന്ന്, അങ്ങനെയാണെങ്കിൽ അത് ഓക്കെ. ഇനി അതല്ല, മേജറിനോടൊപ്പം ഇങ്ങനെ ഏതെങ്കിലും 2 ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് മൈനർ എടുത്തത്, 3 3 എന്നോ 4 2 എന്നോ 5 1 എന്നോ, അങ്ങനെ 2 ഡിപ്പാർട്ട്മെൻറ്റേ ഉള്ളൂ. ഞാൻ മൈനർ പഠിച്ചത് 2 ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നേ ഉള്ളൂ. അത് 1 5 എന്നവ എങ്ങനെ ആയിക്കോട്ടെ, 1 5 ആയാലും 3 3 ആയാലും 4 2 ആണെങ്കിലും ഈ 6 മൈനറും ഞാൻ പഠിച്ച് തീർത്തത് ജസ്റ്റ് കൊമേഴ്സ് അല്ലാതെയുള്ള 2 ഡിപ്പാർട്ട്മെൻറ്റാണ്. 2 ഡിപ്പാർട്ട്മെൻറ്റ് കവർ ആയോളെങ്കിൽ ഞാൻ മേജർ വിത്ത് മൾട്ടിപ്പിൾ ഡിസിപ്ലിനാണ് ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് മേജർ വിത്ത് മൾട്ടിപ്പിൾ ഡിസിപ്ലിൻ. എന്നാൽ എനിക്ക് വേറെ എങ്ങും പോകാൻ വയ്യ, എനിക്ക് കൊമേഴ്സ് അല്ലാതെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മൈനർ പഠിച്ചാൽ മതി. എല്ലാ മൈനറും കെമിസ്ട്രി അല്ലെങ്കിൽ എല്ലാ മൈനറും ഫിസിക്സ് എല്ലാം ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് പഠിച്ചതെങ്കിൽ മേജർ വിത്ത് മൈനർ, മേജർ കൊമേഴ്സ് മൈനർ ഫിസിക്സ് എന്ന് പറയാൻ പറ്റും. എ സ്റ്റുഡൻറ്റ് വിത്ത് മേജർ കൊമേഴ്സ് വിത്ത് മൈനർ ഫിസിക്സ്. അതായത് ഒരു മേജർ ഒരു മൈനർ മീൻസ് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് മേജർ, ഒരു ഡിപ്പാർട്ട്മെൻറ്റ് മൈനർ. ക്ലിയർ ആയി? ഇങ്ങനെയാണ് ഇതിൻ്റെ ഓപ്ഷൻസിൻ്റെ പേര് മാറുന്നത്. ഇത് നിങ്ങളുടെ ഇഷ്ടമാണ്. പറഞ്ഞാൽ മനസ്സിലായോ? ആദ്യത്തെ 3 സെമ്മിലായിട്ട് 6 മൈനർ ഉണ്ടല്ലോ, അത് 6 വ്യത്യസ്തങ്ങളായിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റിൽ പഠിച്ചാൽ അതാണ് സിംഗിൾ മേജർ കോഴ്സ്. 2 എണ്ണേ ഉള്ളൂ, 2-ലധികമില്ല. നിങ്ങൾ മൈനർ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് 2 ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണെങ്കിൽ അതാണ് ഈ മേജർ വിത്ത് മൾട്ടിപ്പിൾ ഡിസിപ്ലിൻ. ഒരൊറ്റ ഡിപ്പാർട്ട്മെൻറ്റിലോട്ടേ നിങ്ങൾ പുറത്തോട്ട് ചാടിയുള്ളൂ. കൊമേഴ്സ് മേജറായിട്ട് പഠിച്ചുകൊണ്ട് കൊമേഴ്സ് അല്ലാതെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് തന്നെ എല്ലാ മൈനറും പഠിച്ചു എങ്കിൽ അതാണ് ഈ മേജർ വിത്ത് മൈനർ. അത് സ്റ്റുഡൻസിന് വിട്ടുകൊടുത്തിരിക്കുവാണ്. ഇതാണ് ആദ്യത്തെ 3 സെമ്മിൻ്റെ കഥ. തേർഡ് സെമ്മിൽ വലിയൊരു ട്വിസ്റ്റ് ഉണ്ട്, വലിയൊരു ഇൻ്റർവെൽ ബ്ലോക്ക് ഉണ്ട്. ഒരു സസ്പെൻസ് ആയിരുന്നു ഇൻ്റർവെൽ ആയപ്പോൾ അല്ലേ. നിങ്ങൾക്ക് മേജർ മാറാം, നമ്മുടെ തറവാട് മാറി മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് വേണമെങ്കിൽ പോകാം. അപ്പോൾ അവിടെ എത്തിക്കഴിയുമ്പോൾ നിങ്ങൾ പിന്നെ അവിടുത്തെ കുട്ടിയാണ്, പിന്നെ തിരിച്ചു വരാൻ പറ്റത്തില്ല കേട്ടോ, പിന്നെ നിങ്ങളെ തിരിച്ചെടുക്കത്തില്ല കേട്ടോ. അപ്പോൾ തേർഡ് സെമ്മിൽ സൂക്ഷിച്ചും കണ്ട് വേണം മേജറിലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാടാൻ. നമുക്ക് പറ്റാത്ത കാര്യം എടുത്ത് പോകരുത്, ഈ കൂട്ടുകാരുടെ വാരി പിടിച്ച് പൊക്കളരുത് കേട്ടോ. ഞാൻ ആദ്യമേ പറയണം, മൈനർ എടുക്കാനും അങ്ങനെ തന്നെ അങ്ങനൊരു പ്രശ്നമുണ്ട്. ഒരു ഗ്യാങ്ങിൽ 5 പേരുണ്ടെങ്കിൽ 5 പേര് ഒരേ ഇടക്കേ പോകത്തുള്ളൂ. നമുക്കിഷ്ടമല്ലാത്ത മൈനറൊക്കെ എടുത്താൽ മാത്തമെറ്റിക്സിന് ഒന്നും അറിയാത്തവൻ പോയി മാത്സ് മൈനറൊന്നും എടുക്കാൻ നോക്കരുത്. നിങ്ങളുടെ കൂട്ടുകാരൻ്റെ മാത്തമെറ്റിക്സ് അല്ലേ, അപ്പോൾ കൂട്ടുകാരുടെ കൂടെ പോയി മൈനറും മേജറും സെലക്ട് ചെയ്ത് വെച്ച് കളയരുത്. നിങ്ങളുടെ ഭാവി കളയല്ലേ.
പണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ല, എല്ലാവരും എല്ലാ സബ്ജക്റ്റും ഒരേ ക്ലാസ്സിലായിരിക്കുന്നത്, അപ്പോൾ ഒരു ബെഞ്ചിനകത്ത് ഇരുന്നങ്ങ് പഠിക്കാം. ഇത് ഒരു ബെഞ്ചും കൊണ്ടേ പോകുമെന്ന് വാശിയുള്ളവരൊക്കെ ഉണ്ട്. ഞങ്ങൾ 5 പേരും ഒരു ബെഞ്ചിലിരുന്ന് പഠിച്ചവരാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ ബെഞ്ചും കൊണ്ട് മൈനറിൽ പോയാൽ 2 പേര് പഠിക്കുന്നവരായിരിക്കും, മാത്തമെറ്റിക്സ് അറിയാം, ബാക്കി 3 പേർ അവിടെ ഇരുന്ന് അങ്ങ് പൊട്ടും. അപ്പോൾ ഈ മൈനർ പൊട്ടിയാൽ പിന്നെ അവൻ സപ്ലിമെൻ്ററി ആവും, ബാക്കി പാസ്സായവർ 4 വർഷത്തിലേക്ക് പോവുകയും ചെയ്യും. ആ പാസ്സാവാത്തവന്മാർക്ക് ആ ബെഞ്ചും കൊണ്ട് പിന്നെ പോകാൻ പറ്റത്തില്ല. അപ്പോൾ ക്ലിയർ ആയിട്ട് മൈനറും മേജറും ഒക്കെ സ്വന്തം കഴിവും താല്പര്യവും വെച്ച് വേണം എടുക്കാൻ. ഓക്കെ ആണല്ലോ. ഇനി 4th സെമ്മിലേക്ക് പോയാൽ, തേർഡ് സെം ആയപ്പോൾ തന്നെ മേജർ ഫിക്സ് ആയി കേട്ടോ. തേർഡ് സെമ്മിലെ ഏതാണോ മേജർ അതാണ് നിങ്ങളുടെ ഡിഗ്രി. അപ്പോൾ തേർഡ് സെമ്മിൽ ഫിക്സായി. ഞാനിപ്പോൾ തൽക്കാലം തേർഡ് സെമ്മിൽ അവൻ ചാടിയില്ല എന്ന് വിചാരിച്ചങ്ങ് പറയുവാണ്, എല്ലാം ബികോം വെച്ച് പറയുവാണ്. ഓക്കെ, 4th സെമ്മിലേക്ക് വരുമ്പോൾ മേജറിൻ്റെ എണ്ണം കൂടിയത് കണ്ടോ. കാര്യം അവൻ അവിടുത്തെ ഫിക്സായി, അവൻ ആ ഡിപ്പാർട്ട്മെൻറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞു, ഇനി അവൻ അവിടെ കൂടുതൽ പഠിക്കാം. അപ്പോൾ 2 മേജർ, 2 വാല്യൂ അഡീഷൻ, ഒരു DSC അവിടെ, അതായത് എന്താണോ എലക്റ്റീവ് അതവിടെ DSC പഠിക്കാം. ദെൻ ഒരു സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സ് എന്ന് പറഞ്ഞ ഒരു സബ്ജക്റ്റ്, അങ്ങനെ 2, 2, 4, 2, 6. അപ്പോൾ അവിടെ നമുക്ക് 2 മേജറും 2 എലക്റ്റീവ്, 2 മേജറും 2 എലക്റ്റീവായിട്ട് വരും. ഓക്കെ, സോ അവിടെ നമുക്ക് ഇതിപ്പോൾ 4th സെം അല്ലേ, 2 മേജർ, 2 VAC, ഒരു DSC, ഒരു SCC. ഓക്കെ, അതായത് 2 മേജർ, ഒരു വാല്യൂ അഡീഷൻ, ഒരു സ്കിൽ എൻഹാൻസ്മെൻറ്റ്, ഒരു DSC. ഇങ്ങനെയാണ് അവിടെ 4ാമത്തെ സെമ്മിൽ പഠിക്കുന്നത്. നോക്കൂ, ഈ 4ാമത്തെ സെം ആകുമ്പോൾ ഇനി നിങ്ങൾക്ക് കൺഫ്യൂഷനോ ടെൻഷനോ ഉണ്ടാവത്തില്ലല്ലോ. കാര്യം എന്താ, ഞാൻ എൻ്റെ സ്വന്തം വീട്ടിൽ ഫിക്സ് ചെയ്തു, ഇനി ഞാൻ എങ്ങോട്ടും പോകണ്ടല്ലോ, ഇനി മൈനറും ഇല്ല, MDC, ഇനി നിങ്ങൾ പുറത്ത് ചാടണ്ട. ഇപ്പോഴാണ് ശരിക്കും സത്യത്തിൽ നിങ്ങൾക്കൊരു ക്ലാസ് റൂം ഫിക്സ് ആവുന്ന ഇവിടെയാണ്. ഇനി സമാധാനമുണ്ട്, ആ ക്ലാസ്സിൽ ഇരുന്ന് പഠിക്കാം. തേർഡ് സെമ്മിലും അത് ഫിക്സ് ആവത്തില്ല. കാര്യം എന്താ, തേർഡ് സെമ്മിൽ MDC മൈനറും ഒക്കെ ഉണ്ട്. അപ്പോൾ വീണ്ടും ബെല്ലടിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകേണ്ടി വരും, പുറത്ത് പോയി അപ്പുറമൊക്കെ പോയി പഠിക്കേണ്ടിയൊക്കെ വരും. മനസ്സിലാവും. അപ്പോൾ ഒരു ക്ലാസ്സിൽ പല സബ്ജക്റ്റ് പഠിക്കുന്നവരെ 4 ടീച്ചർമാർ ഒരുമിച്ചൊന്നും പഠിപ്പിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഈ തേർഡ് സെം വരെ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലാസ്സൊക്കെ മാറേണ്ടിയൊക്കെ വരും. 4th സെം ആകുമ്പോൾ ഒന്ന് ശ്വാസം വിടാം. ഇനി രാവിലെ വന്നിരിക്കുന്ന ക്ലാസ്സിൽ തന്നെ വൈകുന്നേരം വരെ ഇരുന്ന് പഠിക്കാം. കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാം നമ്മുടെ സ്വന്തം വീട്ടിൽ തന്നെയാണ്. 2 മേജർ, ഒരു VAC, 2 VAC, 2 VAC, ഒരു DSC, ഒരു SCC പഠിക്കാം. ഓക്കെ, അപ്പോൾ അതിങ്ങനെ വരും സബ്ജക്റ്റുകൾ. എവിടെ, ഇത് ബികോം ആണ് ഈ പറയുന്നത്. ഓക്കെ, ഇതിങ്ങനെയൊക്കെ വരും. ഇതിനകത്ത് ഈ VAC പഠിക്കണം, ഒരു രണ്ട് VAC പഠിക്കാനുണ്ട്, ഒരു SCC പഠിക്കാനുണ്ട്, ഇതിൽ നിന്ന് ഒരെണ്ണം എലക്റ്റീവ് എടുക്കുക, അതൊക്കെ അറിയാലോ. പിന്നെ ഒരു 2 മേജർ പഠിക്കാനുണ്ട്. അതൊക്കെ കോളേജ് പറയും ഏതൊക്കെ സബ്ജക്റ്റ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ സ്ട്രക്ചർ. 5ാമത്തെ സെം എത്തുമ്പോൾ ട്വിസ്റ്റ് 2 എലക്റ്റീവാണ്, 3 മേജറാണ്. കാര്യം നിങ്ങൾ ആ വീട്ടിൻ്റെ സ്വന്തം ആളായി കഴിഞ്ഞു. ഇനി 5ാം സെം ആയി, നിങ്ങൾ 3ാം വർഷക്കാരനായി, സീനിയർ ചേട്ടനായി. അപ്പോൾ നിങ്ങൾക്ക് 3 മേജറായി, 2 DSC എന്ന് പറഞ്ഞാൽ ഈ എലക്റ്റീവ് എന്ന് പറയുന്ന 8 എലക്റ്റീവ് ഇല്ലേ. അപ്പോൾ ഇവിടെ എണ്ണി നോക്കിയത് 16 എണ്ണം കാണും. ഇതിപ്പം നിങ്ങൾക്ക് 2 എണ്ണം എടുക്കാം. ഏതെങ്കിലും അല്ല, നിങ്ങൾ ബികോം ഫിനാൻസ് ആണെങ്കിൽ ഇതിൽ നിന്ന് 2 ഫിനാൻസിൻ്റെ ഏതെങ്കിലും എടുക്കാം, ഫിനാൻസിൻ്റെ എടുക്കണം. കോർപ്പറേഷൻ എടുത്തതാണെങ്കിൽ കോർപ്പറേഷൻ എടുക്കണം. അപ്പോൾ 2 എണ്ണം എടുക്കണം. അപ്പോൾ 16 എലക്റ്റീവാണ് യൂണിവേഴ്സിറ്റി ഓഫർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 5ാമത്തെ സെമ്മിൽ നിങ്ങൾക്ക് 2 എലക്റ്റീവ് ഉണ്ട്, ഡിസിപ്ലിൻ സ്പെസിഫിക് എലക്റ്റീവ് ഉണ്ട്, 3 മേജറുണ്ട്. അപ്പോൾ നിങ്ങൾ കൊമേഴ്സാണ് എടുക്കുന്നതിൽ 3 കൊമേഴ്സ് സബ്ജക്റ്റ്. അപ്പോൾ ഇവിടെ എല്ലാം കൊമേഴ്സ് ആയി കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി കൊമേഴ്സിൻ്റെ ലോകത്ത് മാത്രമായിട്ട് നിൽക്കും. ദെൻ ഒരു സ്കിൽ എൻഹാൻസ്മെൻ്റ് ഉണ്ട്. സ്കിൽ എൻഹാൻസ്മെൻ്റ് എന്ന് പറയുമ്പോൾ എന്താ പഠിപ്പിക്കുന്നത് നോക്കട്ടെ, ഫോറൻസിക് അക്കൗണ്ടിങ്. പുതിയൊരു കാര്യമാണ് ഫോറൻസിക് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. എല്ലാം കൊമേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ. ഓക്കെ, ദെൻ 6ാം സെമ്മിലേക്ക് വരുമ്പോഴും അങ്ങനെയൊക്കെ തന്നെ 3, 2, 1. അപ്പോൾ 5ഉം 6ഉം സെയിം തന്നെ. 3 മേജർ, 2 എലക്റ്റീവ്, ഒരു SCC, ഇതെല്ലാം കൊമേഴ്സ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ 6 സെമസ്റ്റർ നമുക്ക് ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സബ്ജക്റ്റ് ഇങ്ങനെ വരുന്നുണ്ട്. 16 എലക്റ്റീവ് ഉണ്ട്. ഇതാണ് എണ്ണി നോക്കിയാൽ മതി. 16 എലക്റ്റീവ് ഉണ്ട്. നമുക്ക് 2 എണ്ണം എടുക്കാം. നിങ്ങൾ ബികോം ടൂറിസം ആണെങ്കിൽ അതനുസരിച്ച്, ബികോം ടാക്സ് അതനുസരിച്ച് വരും. ഏതെങ്കിലും 2 അല്ല, അവർ പറയുന്നതേ എടുക്കാൻ പറ്റും. ബികോം ഫിനാൻസിന് വേണ്ടി ഏതാണോ അതെടുക്കണം. അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ 6ാമത്തെ സെമ്മ് വരുന്നത്. ഓക്കെ, പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഈ 6 സെമ്മും കഴിഞ്ഞ് നിങ്ങൾ ഓൾ പാസ്സാണെങ്കിൽ, എല്ലാ സബ്ജക്റ്റും പാസ്സാണെങ്കിൽ മാത്രമേ ഈ 4th ഇയറിലേക്ക് പോകൂ. 4th ഇയർ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്യുവർ ഡിഗ്രി സെൻസ് അല്ല. അവിടെ കുറച്ച് PhD പോലെ കുറച്ച് ഹൈ ലെവലാണ്. അപ്പോൾ അവിടെ കൂടുതൽ ഇപ്പം നോക്കൂ, 8ാം സെമസ്റ്ററിൽ ഒരു സബ്ജക്റ്റും ഇല്ല. 8ാം സെമസ്റ്ററിൽ പ്രോജക്റ്റും റിസർച്ചും ഒക്കെ ഉള്ളൂ. അപ്പോൾ ഈ 4ാമത്തെ ഇയറിലേക്ക് കടക്കുമ്പോൾ തന്നെ നിങ്ങൾ ഭയങ്കര വലിയ ചേട്ടന്മാരാവും. പിന്നെ ഭയങ്കര ഇൻ്റലക്ച്വൽ ആയിരിക്കും. അതായത് ഈ പറയുന്ന കണക്ക് സാധാരണ സബ്ജക്റ്റ് ഒന്നും ആയിരിക്കത്തില്ല, കുറച്ച് റിസർച്ച് ഓറിയൻറ്റഡ് ആയിരിക്കും. അപ്പോൾ ആ കാര്യങ്ങൾ ഇപ്പോഴേ തലയിലോട്ട് എടുക്കേണ്ട. 4ാം വർഷത്തെ ഡിഗ്രി വേണമെങ്കിലോ, 4ാം വർഷം എനിക്ക് റിസർച്ച് ചെയ്യണമെങ്കിലോ ഇപ്പോഴേ പറയുകയാണ്, നിങ്ങൾ ആദ്യത്തെ 3 ഇയറിൽ പാസ്സായിരിക്കണം. 75% മാർക്കുണ്ടെങ്കിൽ 7.5 ഗ്രേഡ് എന്ന് പറയും. ഇത് 10 പോയിൻ്റ് ഗ്രേഡാണ്. നമ്മുടെ ഡിഗ്രി എന്ന് പറയുന്നത് ശരിക്കും പെർസെൻറ്റേജ് എന്നല്ല, 7.5. ഞാനത് പെർസെൻറ്റേജ് ആക്കി പറഞ്ഞതേ ഉള്ളൂ. നമ്മുടെ ഡിഗ്രി എന്ന് പറയുന്നത് 10 പോയിൻ്റ് സ്കെയിലാണ്.
അതിനകത്ത് 7.5 ഗ്രേഡ് വാങ്ങിയിരിക്കണമെന്നർത്ഥം. 7.5 വാങ്ങണം കേട്ടോ, 75 അങ്ങനെ കൂട്ട്, ഒരു 75-76% മാർക്കെങ്കിലും വാങ്ങണമെന്നിരിക്കട്ടെ, എങ്കിൽ മാത്രമല്ലേ 4ാമത്തെ വർഷം പോകൂ. അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ഇവിടെ ഇപ്പോൾ പറയുന്നില്ല. അപ്പോൾ ആദ്യത്തെ 6 സെമ്മ് നിങ്ങൾ ഇങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സെമ്മിൽ ചെല്ലുമ്പോൾ നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ഫസ്റ്റ് സെമ്മിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ബികോംകാരനല്ലേ, അപ്പോൾ നിങ്ങൾ ആ മേജർ എന്തായാലും പഠിക്കണം. ദെൻ മൈനർ നിങ്ങൾക്ക് താല്പര്യമുള്ള, നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നമ്മളെ കൊണ്ട് പറ്റുന്ന എടുക്കാൻ നോക്കണം. ഒരിക്കലും കൂട്ടുകാരുടെയും പിറകെ പോകരുത്, അവിടെ പണി കിട്ടും. MDC നമുക്ക് സെലക്ട് ചെയ്യാം, AEC അങ്ങനെ സെലക്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല. അത് ഇംഗ്ലീഷും സെക്കൻഡ് ലാംഗ്വേജ് നിങ്ങൾക്ക് എടുക്കാം. കഴിവതും ഹിന്ദി +2 പഠിച്ച് വന്നവരായിരിക്കും ഹിന്ദി എടുക്കുന്നത്, നിങ്ങളുടെ ഇഷ്ടം. സെക്കൻഡ് ലാംഗ്വേജ് നിങ്ങളുടെ ഇഷ്ടം. അതനുസരിച്ച് ഓരോ സെമ്മും എന്താണെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ തൽക്കാലം ഇത്രയും കാര്യം മനസ്സിലായാൽ മതി. ഇത് ഇത്രയും പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് എയ്തർ 3 വർഷ ഡിഗ്രി, അല്ലെങ്കിൽ പാസ്സായാൽ ആദ്യത്തെ 3 വർഷം പാസ്സായാൽ 4 ഇയർ ഓണേഴ്സ്, നല്ല മാർക്കൊക്കെ ഉണ്ടെങ്കിൽ 75% മാർക്കിന് മുകളിലൊക്കെ ഉണ്ടെങ്കിൽ റിസർച്ചിലോട്ടിന് പോട്ടെ. അപ്പോൾ എല്ലാവരും റിസർച്ച് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആവാനാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ PhD ഒന്നും വേണ്ട. അവരാണ് കൂടുതൽ ഈ 3 വർഷത്തിൽ നിർത്തുന്നത്. അതും കൂടെ മനസ്സിലാക്കി വെച്ചോ. ഇപ്പോൾ എനിക്കൊരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആവണം, എനിക്കൊരു കോസ്റ്റ് അക്കൗണ്ടൻ്റ് ആവണം, നമുക്കിപ്പോൾ CA കാരനാവാം, CMA കാരനാവാം, ACCA ഉണ്ട്, CS ഉണ്ട്, ഇങ്ങനെ കുറേ ഉണ്ട്, പ്രൊഫഷണൽ കോഴ്സുകളുണ്ട്. അങ്ങനെ പ്രൊഫഷണൽ കോഴ്സ് പഠിക്കാനായിട്ടാണെങ്കിൽ 3ാം വർഷം എക്സിറ്റ് ഓപ്ഷൻ അടിക്കാം. കുറച്ചുകൂടി നേരത്തെ ആയിക്കോളാൻ വയ്യാന്നുണ്ടെങ്കിൽ 5 സെമസ്റ്റർ നിർത്തിയിട്ട് പോടോ. 5ാമത് നിർത്തിയിട്ട് പോയി ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയിക്കോ. റിസർച്ച് ചെയ്യണമെന്നുള്ളത് നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. ഇപ്പോൾ PhD ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ എന്നൊന്നുമില്ല. നമുക്കിടെ ടേസ്റ്റാണ് പറഞ്ഞത്. നിങ്ങൾക്കൊരു PhD ഹോൾഡർ ആവാൻ ആഗ്രഹമുണ്ടെങ്കിൽ പഴയ പോലെ PG ചെയ്യണമെന്നില്ല. ഇവിടെ ഒരു സുവർണ അവസരം കിടപ്പുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ റിസർച്ച് ചെയ്തില്ലെങ്കിൽ മരിച്ചു പോകുന്നൊന്നുമില്ല. CAയോ CMAയോ ഒക്കെ മതി, ഇവിടെ വെച്ച് നിർത്താം. അവർക്ക് 4 വർഷ ഡിഗ്രി വേണമെന്ന് പോലും പറയുന്നില്ല. 4ാമത്തെ വർഷം എന്ന് പറയുന്നത് കൂടുതലും ഈ ടീച്ചിങ് ഫീൽഡിലേക്കൊക്കെയാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം ബേസിക്കലി നമുക്ക് ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഞാൻ വീണ്ടും പറഞ്ഞു, നിങ്ങൾക്ക് ചെയ്യേണ്ടതെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ തൽക്കാലം ഞാൻ എക്സാമ്പിളായിട്ടാണ് ഈ BCom എടുത്തത്. ഈ BComൻ്റെ സ്ഥാനത്ത് BSc ഫിസിക്സോ കെമിസ്ട്രിയോ അങ്ങ് അസ്യൂം ചെയ്യാം. ഒരു BSc ഫിസിക്സ് കാരനാണ് ഇത് കേൾക്കുന്നതെങ്കിൽ എന്താ പ്രശ്നം? ഫസ്റ്റ് സെമ്മിൽ അവനൊരു മേജർ ഉണ്ടായിരിക്കും, അത് ഫിസിക്സിൻ്റെ സിലബസ് നോക്കിയാൽ മതി. ദെൻ 2 മൈനർ, അതേതാണെന്നുള്ളത് അവിടെ ചെല്ലുമ്പോൾ അറിയാം. ഒരു MDC 2. ഇത് BSc ഫിസിക്സ് ആണെങ്കിൽ ഈ മേജറിൻ്റെ സ്ഥാനത്ത്, കൊമേഴ്സിൻ്റെ സ്ഥാനത്ത് ഇവിടെ ഫിസിക്സിൻ്റെ സിലബസ് എടുത്ത് വെച്ചൊക്കെ നോക്കിയാൽ മതി. ഞാൻ ഈ BCom പറഞ്ഞത് BComകാർക്ക് വേണ്ടി മാത്രമല്ല. ഇത് ഫിസിക്സ്, കെമിസ്ട്രി, സുവോളജി, ബോട്ടണി എല്ലാവർക്കും ആപ്ലിക്കബിൾ ആണ്. കാര്യം ഈ സ്ട്രക്ചർ മാത്രമേ എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റൂ, അല്ലെങ്കിൽ എല്ലാം കൂടെ കൂട്ടിയിടിക്കും. 2 മൈനർ ഇവർ ഓഫർ ചെയ്തിട്ട് ഫിസിക്സിനകത്ത് 3 മൈനർ ഓഫർ ചെയ്യാൻ പറ്റില്ല. എല്ലാവരും ഇങ്ങനെ തന്നെയാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ് ശരിക്കും പറഞ്ഞാൽ BComകാർക്ക് മാത്രമല്ല, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും എല്ലാവർക്കും യൂസ്ഫുള്ളാണ്. അപ്പോൾ ഇതാണ് ശരിക്കും 4 ഇയർ ഡിഗ്രിയെ പറ്റിയുള്ള ഏകദേശം ഒരു ധാരണ. ഓക്കെ, അപ്പോൾ അതിനകത്തെ പ്രത്യേകതകൾ വളരെ ഫോക്കസ്ഡ് ആയിട്ട് ഞാൻ പറഞ്ഞു. 3rd സെമ്മിൽ സൂക്ഷിച്ച് വേണം, മേജർ വേണമെങ്കിൽ അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ ചാടാം. പിന്നെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ പഠിച്ച മൈനർ ഉണ്ടല്ലോ, 6 മൈനറും 2 MDCയും, അതിനകത്തുനിന്നേ മേജർ എടുക്കാൻ പറ്റൂ. നിങ്ങൾ തൊട്ടിട്ടില്ലാത്തൊരു ഡിപ്പാർട്ട്മെൻറ്റ്, ഞാൻ മാത്സിൽ നിന്ന് ഒരു മൈനറും പഠിച്ചില്ല, ഒരു MDCയും പഠിച്ചില്ലെങ്കിൽ എനിക്ക് അവിടുന്ന് മേജർ എടുക്കാൻ പറ്റില്ല. ഞാൻ മാത്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് മൈനറും പഠിച്ചില്ല, MDCയും പഠിച്ചില്ലെങ്കിൽ എനിക്ക് അത് പിന്നെ മേജറായിട്ട് എടുക്കാൻ പറ്റില്ല. മൈനറോ MDCയോ എടുത്തതിൽ നിന്ന് നമുക്ക് ചാടാൻ പറ്റും, അങ്ങോട്ട് ചാടാൻ പറ്റും. എത്രത്തോളം ചാടുമെന്നൊന്നും എനിക്കറിയത്തില്ല, എസ്പെഷ്യലി കൊമേഴ്സുകാർ. ഓക്കെ, എന്നിരുന്നാലും ചാടാനുള്ള അവസരമുണ്ട്. പിന്നെ പറഞ്ഞില്ല ചാടിച്ചില്ല എന്നൊന്നും പറയരുത്, വേണമെങ്കിൽ ചാടാം. എടുത്ത് കുഴിയിലോട്ടാവരുത് ചാടുന്നത്. ആലോചിച്ച് കണ്ടുവെക്കെ എല്ലാം തീരുമാനിക്കാവും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പ്രധാനമായിട്ടുള്ള കാര്യം. അപ്പോൾ എനിവേ 4 ഇയർ ഡിഗ്രിയിലേക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആശംസകൾ നേരുകയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ഞാൻ എപ്പോഴും പറയുവാണ്, 4 ഇയർ റിസർച്ചും കൊണ്ടേ പോകാവുന്നൊന്നും ഞാൻ പറയില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്നത് CA ആണെങ്കിൽ അത് നടക്കട്ടെ, CMA ആണെങ്കിൽ അത് നടക്കട്ടെ, റിസർച്ച് ആണെങ്കിൽ അത് നടക്കട്ടെ. എന്തായാലും നല്ല മാർക്കോട് കൂടി ഈ 4 ഇയർ ഡിഗ്രി പ്രയോജനപ്പെടുത്തി കൃത്യമായിട്ട് ഒന്നിലധികം സബ്ജക്റ്റ് പഠിച്ച് കുറച്ചുകൂടിയൊക്കെ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് വരിക. അപ്പോൾ BCom പാസ്സായി ഇറങ്ങുന്ന ഒരാൾക്ക് കെമിസ്ട്രിയോ ഫിസിക്സോ കൂടെയൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ ഈ PSC പരീക്ഷയൊക്കെ എഴുതുമ്പോഴേ അതിനകത്ത് സയൻസിൽ നിന്ന് 20 മാർക്കാണ്ടുണ്ട്, അവിടെ നമുക്ക് സ്കോർ ചെയ്യാം. ഈ കൊമേഴ്സുകാരുടെ വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്ക് മാത്സും സയൻസും അറിയില്ല എന്നാ. പഠിക്കാം, നിങ്ങൾ പോയി കെമിസ്ട്രി പഠിച്ചോ, ഫിസിക്സ് പഠിച്ചോ, മാത്സ് പഠിച്ചോ, പഠിക്കാമല്ലോ. അങ്ങനെയാണെങ്കിൽ കുറച്ച് PSCക്കെങ്കിലും പ്രയോജനം ചെയ്യും. ഓക്കെ, അപ്പോൾ എനിവേ ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ ലേൺ ഈസി ലേൺ ഒരിക്കൽ കൂടി എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു.